അപ്പൊ ബേസിക്കലി ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ട് ഈ പരീക്ഷയൊക്കെ എഴുതണം? ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ MSc ചേരാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാം. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പരീക്ഷകളെ എഴുതണം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. അതായത് ഇപ്പം ഞാനെന്നൊരു വ്യക്തി ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് വന്ന ചേഞ്ചസ്, അതായത് ഇപ്പം എൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് ആയിക്കൂടി പല ആൾക്കാരിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മൾ കുറെ കൂടുതൽ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അതിന് എക്സ്പീരിയൻസ് പഠിക്കും, നമുക്കറിയത്തില്ലാത്ത കുറെ കാര്യങ്ങൾ. അപ്പം അതിപ്പം പഠിത്തം മാത്രമല്ല. പഠിത്തം മാത്രമായി കഴിഞ്ഞാൽ എന്താ ഒരു കാര്യം, വെറും ബുജികളെ എന്ന് പറയുന്ന പോലെ ആയിപ്പോവുള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഒരു എന്താ ഒരു ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഫുട്ബോൾ കളിക്കുന്ന അല്ലായിരുന്നു. ഞാൻ ഫുൾ നേരം ക്രിക്കറ്റ് കളിയായിരുന്നു. ഐസറിൽ ചെന്നിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, വാടാ ചുമ്മാ ഗോളിയായിട്ട് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ കളിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഇന്റർ ഐസർ യൂണിവേഴ്സിറ്റി മാച്ചുകളിൽ പോകുന്നു, ഇന്റർ കൾച്ചറൽ ഫെസ്റ്റുകളിൽ പോകുന്നു. അപ്പം ഇങ്ങനെ ഇഷ്ടം പോലെ വളരെ ബ്രോഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരാൾക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള ഒരു റിസർച്ച് എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഭയങ്കര റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഓരോ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അതിനുള്ള പ്രൊഫസേഴ്സ് ഇവിടെയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളിപ്പം ഒരു MSc ചേർന്നു, ഞങ്ങളിപ്പോൾ ആദ്യം ചെന്ന ലാബിന്റെ അവസ്ഥ, നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും ലാബ് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അതായത് എന്താണ് എന്താണ് അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാബിൽ എന്തെങ്കിലും സാധനം പൊട്ടുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും തീ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, അല്ലെ? ഇപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പൊക്കത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ കണ്ണിലേക്ക് ഇപ്പൊ എന്തെങ്കിലും പോകുന്ന ഒരു മഴ പോലത്തെ സാധനം വരുന്നു, ഫുള്ള് പൊതിയുന്നു നമ്മളെ. ലാബ് കോട്ട് ഇല്ലാണ്ട് വരാണ്ട് പറ്റില്ല, കണ്ണാടി വെക്കാണ്ട് ലാബിൽ കയറ്റൂല, ഈ ഷൂസ് മറ്റേ കൂട്ടം നന്നായിട്ട് ഷൂസ് ഇല്ലാണ്ട്. അപ്പൊ അതൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്, ഒരു റിസർച്ച് കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എക്സ്പോസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനത്തെ പ്രീമിയർ സ്ഥലങ്ങളിൽ പഠിക്കണം. അപ്പം പ്രീമിയർ സ്ഥലങ്ങളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇതുപോലത്തെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിലും നമ്മുടെ ഗവൺമെന്റ് നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചേക്കുന്ന, അതായത് ഇങ്ങനത്തെ കോഴ്സസ് ഡിസൈൻ ചെയ്തേക്കുന്നതിന് നമ്മളുള്ള ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് കരുതിയിട്ട് ഇത് ഭയങ്കര ഭയങ്കര തലയുള്ളവർക്ക്, മെയിൻ സ്ട്രീമിന്റെ തലയുള്ളവർക്ക് മാത്രം കയറാൻ പറ്റുന്ന സ്ഥലമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് IIT JAM. IIT JAM എന്ന് വെച്ചാൽ ജോയിന്റ് അഡ്മിഷൻ ഫോർ മാസ്റ്റേഴ്സ് ആണ് പരീക്ഷ. ആൽവിൻ, അപ്പൊ നമ്മൾ വന്നിട്ടില്ല. ആൽവിൻ, ഞാൻ ഒന്നുകൂടെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആൽവിൻ ഈസ് മൈ ബ്രദർ, എന്റെ ഓൺ ബ്രദർ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഐസ ഭോപ്പാലിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ആദ്യം പഠിച്ചു, പിന്നീടാണ് ആൽവിൻ വന്നത്. ആൽവിൻ, ആ ഒരു സ്റ്റോറി നമ്മൾ, അതായത് നമുക്കൊരു ഷോർട്ടായിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സാധാരണ ഒരു ഇതിൽ നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിയതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട്. അതായത് ഇപ്പം ഞങ്ങളുടെ ഇപ്പം പറഞ്ഞ പോലെ എന്റെ ചേച്ചിയാണ്. അപ്പം കുറെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിപ്പോ ഇവിടം വരെ എത്തിയേക്കുന്നത്. ഇപ്പൊ എന്റെയൊക്കെ കഥ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു സാധാരണ +1 +2 ഒരു സാധാരണ സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ പഠിച്ചു. ഞായറാഴ്ചകളിൽ മാത്രം പാലായിലും മറ്റേ ബ്രില്ലിന്റെ എന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി പഠിക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കണം, ഞാനിപ്പം ഈ ബസ്സിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ, കാരണം സമയമില്ല, കാരണം നമുക്ക് ഈ ഒരു വർഷം കളഞ്ഞ് പഠിക്കാനൊന്നും സമയം ഉണ്ടായില്ല. കാരണം അവിടെ വരുന്ന പിള്ളേർ, കാരണം സ്റ്റേറ്റ് സിലബസിലേക്ക് പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അവരൊക്കെ ചുമ്മാ പപ്സ് തിന്നാൻ വരുന്നവരായിട്ടാണ് അവിടുത്തെ കുറെ ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഞാനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, അതായത് ഞാൻ ബസ്സിലൊക്കെ ഇങ്ങനെ ചാരി എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമായിരുന്നു. കാരണം എന്റെ വീട്ടിൽ നിന്ന് 3 ബസ് വേണം പാലായി പോകാൻ. ഞങ്ങളുടെ വീട് വെള്ളൂരാണ്, കോട്ടയത്തുള്ള. അപ്പൊ ഒരു ബസ് ഇറങ്ങി തലവലപ്പുറം, അങ്ങനെ 3 ബസ് കയറിയിട്ട് വേണം പാലായ്ക്ക് പോകാൻ. അപ്പം ഈ ഓരോ ബസ്സിലും ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ക്വസ്റ്റ്യൻസ് മറിച്ച് നോക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ കുറെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ എത്തിപ്പെട്ടപ്പോൾ തന്നെ ഇപ്പം ചേച്ചി ആദ്യം പോയെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഇതുപോലെ കഷ്ടപ്പെട്ടു. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒരു 10 കൊല്ലം പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു, അതിൽ നിന്നൊക്കെ വളരെയധികം ഡിഫറെന്റ്. അതായത് കുറച്ചും കൂടെ മച്ചുവർ ആയിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാനും ഒക്കെ പറ്റിയത് കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റിയാണ്. പിന്നെ ഐസറിലെ ഗുണങ്ങൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചെന്നോടെ അപ്പൊ നമ്മളിപ്പോ ഒരു കോളേജിൽ ഇപ്പൊ എന്താ പറയാ, കോളേജ് പറയുന്നത് ഹോസ്റ്റലില് 10 മണിക്ക് കയറണം, അല്ലെങ്കിൽ വെളുപ്പിന് 8 മണിക്ക് ഇറങ്ങണം, അങ്ങനെ കുറെ റൂൾസ് ഉണ്ടല്ലോ. അവിടെ നമുക്കൊക്കെ കംപ്ലീറ്റ് ഫ്രീഡാണ്. അതായത് ഇത്രയും അക്കാഡമിക്കലി കേപ്പബിൾ ആയിട്ട് അവർ എൻട്രൻസ് കയറി വന്നേക്കുന്നതാണ്. അവരെ ഇങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പഠിക്കാൻ അറിയാം, അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, അവരങ്ങ് പഠിച്ചോളും എന്നുള്ള രീതിയിലാണ്. നമ്മളെ ഒരു തരത്തിലും ഒരു ഹോട്ട് ബോക്സിൽ ഇട്ട് വെക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടായിരുന്ന ഫ്രീഡവും നമുക്കുണ്ടായിരുന്ന ക്ലാസ്സുകളും, ഇപ്പൊ എനിക്കൊക്കെ ക്ലാസ്സുകളിൽ അറ്റൻഡൻസ് പോലും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പോഴൊക്കെ കുറെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ക്ലാസ്സസ് ജോയിൻ ചെയ്യാം. അപ്പം ഈ പറയുന്ന അറ്റൻഡൻസ് കുറഞ്ഞു പോയി, 70% അറ്റൻഡൻസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല, അങ്ങനെയൊക്കെ കുറെ. ചില ആൾക്കാർ എന്താ ക്ലാസ്സിൽ പോകാണ്ട്, ഇപ്പൊ എനിക്ക് കുറെ പേര് അറിയാം, ക്ലാസ്സിൽ പോകാണ്ട് വീട്ടിലിരുന്ന് പഠിക്കും. ചില ആൾക്കാർ ക്ലാസ്സിൽ പോയി പഠിക്കും, ചില ആൾക്കാർ ലൈബ്രറിയിൽ നിന്ന് പഠിക്കും, പല രീതിയിലാണ്. അപ്പം എന്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പരീക്ഷയുടെ 2 ആഴ്ച മുമ്പാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ എന്നിട്ട് എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്നും എപ്പോഴാണ് പഠിക്കേണ്ടതെന്നും നമുക്ക് ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ്, നമുക്ക് കിട്ടിയ സ്കോളർഷിപ്സ്, നമുക്ക് കിട്ടിയ റെക്കമെൻഡേഷൻ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്കിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സാറുണ്ട്, അതായത് നമുക്ക് അവിടെ മീറ്റ് ചെയ്യുന്ന സാറുമാർ നമുക്ക് റെക്കമെൻഡേഷൻ എഴുതി തരും നമ്മൾ പുറത്തേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ സാറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തേ നിനക്ക് എന്ത് വേണമെങ്കിലും എഴുതി തരാന്നുള്ള അവസ്ഥയിലാണ്, മനസ്സിലായി. അപ്പൊ സാറ് ഞാൻ ഭയങ്കര പൊളിയാണ്, ഞാൻ അടിപൊളിയാണെന്നൊക്കെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാറിന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മൾ ഇവിടെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രോസസ് വായിച്ചു നോക്കുമ്പോൾ ഓക്കെ ഇവൻ ഇച്ചിരി അടിപൊളിയാണ്, ഇവൻ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇങ്ങോട്ട് അക്വയറി ചെയ്യാനുള്ള ഒരു തോട്ട് ഉണ്ടാവും, മനസ്സിലായോ? അപ്പം ഈ ഒരു എക്സ്പോഷർ, ഈ ഒരു മെന്റാലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ NITസും IISസും IITസും അങ്ങനത്തെ സ്ഥലങ്ങളിൽ പഠിക്കണം. ബേസിക്കലി എല്ലാവർക്കും അവരുടേതായ പരിമിതികളും ഉണ്ട്, കഴിവുകളും ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ചോയ്സ് എന്താണ്, എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇപ്പൊ എനിക്കിപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാൽ മതി എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഇതുപോലത്തെ ഒക്കെ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് പുറത്തു പോകണം, എനിക്ക് നന്നായിട്ട് റിസർച്ച് ചെയ്യണം, എനിക്ക് ഇപ്പൊ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീസിസ് ഒക്കെ ചെയ്ത് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലാണ്. കാരണം എനിക്ക് എനിക്കിങ്ങനെ കുറച്ച് പെടപ്പ് പോലത്തെ സ്വഭാവം. പെടപ്പ് മീൻസ് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിപ്പോകും. അതായത് ബേസിക്കലി വെറ്റ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി റിയാക്ഷൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് +2 തൊട്ട് ഉണങ്ങിയതാണ്. അപ്പം പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കോഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറി. കാരണം അപ്പം നമ്മളെ ആരും അടിച്ചേൽപ്പിക്കുന്നില്ല, നീ ഈ വെറ്റ് കെമിസ്ട്രി ലാബിൽ പോകണം എന്നൊന്നും ആരും പറയില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കും, നമുക്ക് ഏത് പ്രൊജക്ട് വേണം നമ്മൾ തീരുമാനിക്കും. അങ്ങനെ ഒരു ഫ്രീഡം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാവും, മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയണത് ഈ പരീക്ഷ നമ്മൾ എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്ന് ഞാൻ പറയണം കേട്ടോ. അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് ആ പരീക്ഷയെ പറ്റി ഒന്ന് നോക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന്, അബ്ദുൽ കലാമിന്റെ ഒക്കെ വിഷനാണല്ലോ നമ്മളെ ഇങ്ങോട്ട് ഈ ഐസർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത്. അതേപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ വിഷനായിരുന്നു എന്ത് പറഞ്ഞ IITs ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഫ്യൂച്ചറിൽ നമ്മൾ ഈ പറഞ്ഞ ISROയും DRDOയും അങ്ങനത്തെ സ്ഥലങ്ങൾ, ONGC അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ റിക്രൂട്ട് നടത്തുമ്പോൾ നിങ്ങൾക്ക് MSc കഴിഞ്ഞിട്ടുള്ള ഇതേപോലെ തന്നെ എൻട്രൻസുകളായ ഗേറ്റ് ഒക്കെ എഴുതിയിട്ടാണ്. അപ്പം ഇതുപോലത്തെ, അതായത് ഈ ഞാൻ പറയുന്നത് ഈ IIT ജാമിന് ഒരു ബിഗിനർ ലെവൽ എക്സാമാണ്. ഈ ബിഗിനർ ലെവൽ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ MSc കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടാവും. ഇതിൽ പാസ്സായി കഴിഞ്ഞു, കാരണം നമുക്ക് ഇവിടുന്ന് ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് കിട്ടുമ്പോൾ ബാക്കി പരീക്ഷകൾക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. അപ്പം ഗേറ്റ് ആകട്ടെ നെറ്റ് ആകട്ടെ, അപ്പം ഇതിലൂടെ ഗേറ്റിന് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയൊക്കെ ഓപ്ഷൻസ്, നിങ്ങൾക്ക് ONGC, നിങ്ങൾക്ക് DRDO, ISRO, IIST, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇനി അതല്ല PhD ചെയ്യുന്നവർക്കാണെങ്കിൽ PhD ചെയ്യാം, പുറത്ത് പോകേണ്ടവർക്കാണെങ്കിൽ പുറത്ത് പോവാം. ഇനി വേറൊരു MS. അപ്പം ചില ആൾക്കാർക്ക് എന്താണ്, നമ്മൾ MSc കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതല്ലായിരുന്നു, ഇപ്പൊ എനിക്ക് കെമിസ്ട്രി മാത്രം പഠിക്കണം, എനിക്കൊരു ഫോറൻസിക് കെമിസ്ട്രി പഠിക്കണം, അങ്ങനെ ഒരു ആരോട് ഡൗട്ട് ചോദിച്ചായിരുന്നു ഫോറൻസിക്. അപ്പൊ ഫോറൻസിക്കിൽ ഒരു കാര്യം ചെയ്യണം, എനിക്കത് പുറത്ത് പോയി ചെയ്യണം, ജർമ്മനിയിലൊക്കെ പോയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാം. ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ല റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് നോക്കും, നമ്മൾ എവിടെയാണ് പഠിച്ചത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൈവറ്റ് കോളേജ് പഠിച്ചെന്ന് വിചാരിക്കുക, നിങ്ങൾ ഒരു IITയിലാണ്, എന്നിട്ട് നിങ്ങൾ MSc ഫോറൻസിക് എവിടെയെങ്കിലും ഒരു USലോ UKലോ എവിടെയെങ്കിലും അയച്ചേക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് MSc ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ എന്തെങ്കിലും പല പ്രശ്നങ്ങൾ പല ആൾക്കാർക്കും വരും. ഇതിലെ ഫണ്ടമെന്റൽ കാര്യം, നമ്മുടെ ഈ കോഴ്സിന്റെ ഫണ്ടമെന്റൽ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കെമിസ്ട്രി ബേസിക്സ് വളരെ തറവാവും, മനസ്സിലായോ? ബേസിക് തറവാവുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് അതിനകത്തുള്ള ബേസിക് കാര്യങ്ങൾ ആദ്യമേ പറയും. അപ്പം ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിങ്ങൾക്ക് ജോലികൾക്ക് SSC പോലത്തെ ജോലികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ, കാരണം ഇഷ്ടം പോലെയുള്ള ഈ IOCL, BPCL അങ്ങനെ കുറെ കമ്പനീസ് ഉണ്ട്. അവിടെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടും ഈ ജൂനിയർ സയന്റിഫിക് ഓഫീസർ ആയിട്ടൊക്കെ ജോലികൾ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ചോദിക്കാൻ പോകുന്ന, ഇപ്പൊ ഇന്റർവ്യൂവിനായാലും ഇതിനൊക്കെ ചോദിക്കാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും, വളരെ ബേസിക് കെമിസ്ട്രി ആയിരിക്കും. അതായത് നമ്മൾ ഇവിടുത്തെ സിലബസ് തന്നെയാണ് അവിടെയും ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ജാം എഴുതിയില്ലെങ്കിൽ കൂടി ഈ എക്സാമിന് കിട്ടുന്ന കെമിസ്ട്രി നോളജ് കാരണം ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ന്യൂമറിക്കലി കെമിസ്ട്രി എങ്ങനെ നോക്കാൻ നോക്കും, അതായത് മാത്തമെറ്റിക്കലി എങ്ങനെ കാൽക്കുലേഷൻസ് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും നോക്കുന്നുണ്ട്. അപ്പം എങ്ങനെ മാത്സ് ചിലവർക്കൊക്കെ ഭയങ്കര വലിയ പാടാണ്, ഇത് കുറെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, കുറെ ചെയ്യാനുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോവാണ്, അവരൊരു ചോദ്യം ചോദിച്ചു, പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിക്കാൻ പറ്റുമ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനേക്കാളും നമ്മൾ എപ്പോഴും ഒരു മുന്നിലായിരിക്കും, മനസ്സിലായോ? പിന്നെ ഇതേപോലെ തന്നെ ഇതുപോലത്തെ ഓരോ എൻട്രൻസിനും കേരള PSCയിലൊക്കെ ഇഷ്ടം, ഇപ്പൊ ഫിംഗർ പ്രിന്റ് സ്ട്രക്ചർ ഉണ്ട്, ഈ ബോയിലർ എക്സ്പോർട്ട് ഉണ്ട്, ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനിലുണ്ട്, കെമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ലബോറട്ടറി അസിസ്റ്റന്റ്, അതിന് ഓരോരോ ഡിഫറെന്റ് റോളിൽ നമുക്ക് കെമിസ്ട്രി ആവശ്യമുള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം
ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തേടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി. ഇനിയിപ്പം അതിനേക്കാളും വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എൻട്രൻസ് ഫീൽഡിൽ പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പം മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാർ പോകാറുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എന്താണ്, അതിനൊക്കെ കെമിസ്ട്രി നോളജ്, ഇത്രയും നിങ്ങൾക്കുള്ള കെമിസ്ട്രി നോളജ് തന്നെ മതി. അതായത് +2 സിലബസ് പഠിക്കാൻ നിങ്ങൾ ഓൾറെഡി BSc സിലബസ് തറവാക്കി. അപ്പൊ പിന്നെ +2 എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റിവിഷന്റെ പോലും ആവശ്യം ഉണ്ടാവില്ല. കാരണം ഈ പറയുന്ന എൻട്രൻസ് പിന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ, ചില സ്കൂളുകളിൽ അങ്ങനെ എടുക്കുന്നുണ്ട്, ചില സ്കൂളുകളിൽ കണ്ടിട്ടുണ്ട്, ചില സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട്, അതായത് പ്രൈവറ്റ് സ്കൂളുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഡിഗ്രി ലെവലുള്ള പരീക്ഷകൾക്ക് നമുക്ക്, കാരണം ഇതെന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം. അപ്പൊ കെമിസ്ട്രി മാറ്റി നിർത്തിക്കുന്നത് എങ്ങനെ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം, ഇതുപോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാം. അതായത് ഒരു പേപ്പർ കൈ കിട്ടി ആദ്യം എന്ത് ചെയ്യണം, ചില ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യം തൊട്ട് ചെയ്യാമോ, അങ്ങനെയല്ല വേണ്ടത്. ആക്ച്വലി ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ പേപ്പർ അനലൈസ് ചെയ്യണം നമ്മൾ. മനസ്സിലായോ? പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സെക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പേപ്പർ പാടാണോ, അതായത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മനസ്സിലാവും പേപ്പർ പാടാണ്, നിങ്ങളൊരു ആവറേജ് ആയിട്ട് എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പേപ്പർ പാടാണോ അതോ പേപ്പർ എളുപ്പമാണോ എന്ന് മനസ്സിലാവും. അതാണ് ബേസിക്കലി അറിയേണ്ടത്. ഇനിയുള്ള ചോദ്യം എന്ന് പറഞ്ഞത് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഓരോ റൗണ്ട്. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് ഓരോ റൗണ്ടിലാണ്. 3 റൗണ്ടായിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഉത്തരം അറിയാവുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവില്ല, അത് ഞാൻ ആദ്യമേ ചെയ്യും. അതായത് സ്കിം ചെയ്യാന്ന് പറയാം. അതായത് പേപ്പർ ഇങ്ങനെ ഓടിച്ചോടിച്ച് വിട്ടിട്ട് ഓക്കെ ഇതെനിക്കറിയാം ടിക്ക് ചെയ്തിട്ട് അതപ്പം തന്നെ സെറ്റ് ചെയ്യും. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ മാർക്ക് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് അറിയാം, പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പെട്ടെന്ന് കിട്ടൂല, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് എൻ്റെ രണ്ടാമത്തെ റൗണ്ടിലെ ചോദ്യങ്ങൾ. ഇനി മൂന്നാമത്തെ റൗണ്ടിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ ആദ്യമേ ചെയ്ത ചോദ്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ആദ്യത്തെ 2 റൗണ്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മനസ്സിലായോ? ആ കോൺഫിഡൻസ് മതി നമുക്ക് ഈ മൂന്നാമത്തെ റൗണ്ട് വളരെ എളുപ്പമായിട്ട് ടാക്കിൾ ചെയ്യാൻ. കാരണം ഞാൻ പല പരീക്ഷയിലും കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യമേ ഒരു ക്ലൂ ഇല്ലാത്ത കാര്യം ഇത് 2 റൗണ്ടിലും നന്നായിട്ട് ചെയ്ത് മൂന്നാമത് ഒരു ഒറ്റ കത്തിൽ എത്തും. ആ കത്തലിൽ നമുക്ക് അന്നെങ്കിൽ ഒരു റാൻഡം ഗസ് അടിച്ചിട്ട് ഒരു ഉത്തരം കൊടുക്കാം, ഇപ്പൊ നെഗറ്റീവ് മാർക്ക് അല്ലെങ്കിൽ നമുക്കത് സോൾവ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന് സമയം സേവ് ചെയ്യുന്ന കുറെ കാര്യമുണ്ട്. കാരണം നമ്മൾ കുറെ ഇങ്ങനെ ചുമ്മാ ആയം തൊട്ട് പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയം തൊട്ട് പോകാൻ ചോദിക്കുക, നിങ്ങൾക്ക് ആദ്യത്തെ 5 ചോദ്യം വന്നപ്പോൾ ഒന്നും അറിയത്തില്ല. അപ്പൊ തന്നെ നിങ്ങൾ കുറച്ച് ഫ്രീക്ക് ഔട്ട് ആയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് പോകുമ്പോൾ എന്നാ പറ്റും, നിങ്ങൾക്ക് ബാക്കി ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടാവും, അറിയാവുന്ന ചോദ്യങ്ങളിൽ വരെ ഡൗട്ട് വരും. അപ്പൊ അതിനാണ് നമ്മൾ ഈ പറയുന്ന പരീക്ഷ ഇങ്ങനത്തെ നിങ്ങളുടെ ഫിയർ ഒക്കെ മാറ്റാനായിട്ടും, ഇതുപോലത്തെ നമ്മൾ കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകൾ, നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിയർ ഒക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി, ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി വേണമെന്നില്ല, ഞാൻ എന്റെ സ്ട്രാറ്റജിയാണ് പറഞ്ഞത്, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതുപോലത്തെ സ്ട്രാറ്റജി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പാറ്റേണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നും ഷീ നോസ് വെൽ. അപ്പം ഓക്കെ, അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൺസേൺ, അതായത് നിങ്ങളും ഹയർ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യണമെന്ന് നമുക്കും ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതും. നമ്മൾ കെമിസ്ട്രി, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ കെമിസ്ട്രി ഓപ്ഷണൽ എടുത്ത് സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഞങ്ങളും സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾക്കും അതെങ്ങനെ എത്രമാത്രം അഫോർഡബിൾ ആയിട്ട് സാധാരണ കുട്ടികളിലേക്ക് അതെങ്ങനെ എത്തിക്കാം എന്നുള്ള ഒരു ജസ്റ്റ് ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഐ തിങ്ക് കെമിസ്ട്രീനെ വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ ആൽവിൻ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രസന്റ് ചെയ്യും, അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് വേണം ഇതിനകത്ത്. അപ്പം ഞാനിപ്പം ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് IIT ജാമിനെ പറ്റി ഒന്നൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ തരും. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് ഞാൻ പ്രീവിയസ് ഇയറിൽ കുറച്ച് ചോദ്യം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും, അപ്പൊ നിങ്ങൾ ഇനി അങ്ങനെ അതേപോലത്തെ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് IIT ജാമിനെ പറ്റി ഒന്ന് പറയാം. അപ്പൊ ഞാനൊരു വൈറ്റ് ബോർഡിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്തായാലും. അപ്പൊ ഒന്ന് പ്രസന്റ് ചെയ്യട്ടെ. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കുക. എന്താ വെച്ചാൽ ജാമിനെ കുറിച്ച് തീരെ കേട്ടിട്ടില്ലാത്ത കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് ഇട്ടത്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം കാണാമോ? കാണാം. അപ്പൊ നിങ്ങൾക്ക്, ഞാൻ വൈറ്റ് ബോർഡിലാണ്. അപ്പൊ ഞാൻ IIT ജാമിനെ പറ്റി ഒന്ന് പറയാം. IIT ജാം 2023. ഇപ്പം ക്വസ്റ്റ്യൻ IIT ജാമില് 3 മണിക്കൂറുണ്ട് നമുക്ക്. ഏതിന് പരീക്ഷ എഴുതാൻ 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറിൽ 60 ചോദ്യം, അതായത് 180 മിനിറ്റില് 60 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അത് ഒരു ക്വസ്റ്റ്യന് നമുക്ക് 3 മിനിറ്റ് കിട്ടും. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇഷ്ടം പോലെ സമയമുണ്ട്.
ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് IIT ഗുവാഹത്തിയാണ് ഇപ്രാവശ്യം നടത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ്, അതായത് ഗേൾസിനും റിസർവേഷൻ ഉള്ളവർക്കും 900 രൂപയും ബാക്കി എല്ലാവർക്കും 1800 രൂപയുമാണ് നിങ്ങൾക്ക് ഫീസ് വരിക, ആപ്ലിക്കേഷൻ ഫീസ് വരിക. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അപ്പൊ ഇതെങ്ങനെയാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബേസിക്കലി ഇപ്പൊ നിങ്ങൾ ചുമ്മാ ആർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ IIT JAM 2023 നടിക്കുക, അപ്പം വരും JAM 2023 IIT ഗുവാഹത്തി എന്ന് പറയും. ആദ്യത്തെ ലിങ്കിൽ തന്നെ അങ്ങ് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം ഇങ്ങനെ കുറെ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ കുറെ അവരുടെ ഏതൊക്കെ എക്സാം ആണ് ഉണ്ടോ. ഫെബ്രുവരി 12-ാം തീയതിയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഡിക്ലറേഷൻ റിസൾട്ട് മാർച്ച് 22-ന് വരും. പിന്നെ അങ്ങനെ സെപ്റ്റംബർ 7 തൊട്ട് ഇപ്പൊ ആക്ച്വലി തുടങ്ങി, ഒക്ടോബർ 11-ന് തീരും. അപ്പൊ നമുക്ക് അതിന് മുന്നേ പെട്ടെന്ന് ചെയ്യണം അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് റിസർവേഷനോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുസരിച്ച് ചെയ്യുക. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതിന് ഈ വലതുഭാഗത്തുള്ള JAM 2023 ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. അപ്പം വേറൊരു വിൻഡോ തുറന്നു വരും. അപ്പൊ ഇതിന്റെ അകത്താണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ. അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ഇവിടെ ന്യൂ യൂസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ അത് ഞെക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിലൊക്കെ കിട്ടും കേട്ടോ. അതുവഴി നിങ്ങൾ ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം. അപ്പൊ അതിനകത്തായ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്യേണ്ട സൈസും അതിന്റെ ഫയൽ സൈസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് ബാക്കി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മളൊക്കെ അത് കൃത്യമായിട്ട്, നിങ്ങൾക്ക് ഫയൽ സൈസിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. എന്തായാലും നമ്മളൊക്കെ എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നല്ലേ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗൂഗിൾ സെർച്ച്, നമ്മൾ സെർച്ച് ചെയ്യുന്ന നമ്മുടെ ഒരു എബിലിറ്റി നമ്മൾ ഈ പരീക്ഷാ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ടും കൂട്ടണം. കാരണം എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് വന്നു, ഇപ്പൊ നമ്മളോട് ചോദിക്കാം, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അറിയണം, ജസ്റ്റ് ചുമ്മാ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും അതിനുള്ള ഡിഫറെന്റ് കൺസെപ്റ്റ്സും ചിലപ്പം ഷോർട്ട് കട്ട്സ് ഒക്കെ കിട്ടിയെന്ന് വരും. നമ്മളും കുറെ തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിളിംഗ് സ്കിൽസും വളരെ കൂട്ടുക. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി അപ്പൊ IIT JAM ഞാൻ പറഞ്ഞു 3 മണിക്കൂറുണ്ട്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്. ഇനി ഈ പരീക്ഷയിൽ 3 പാർട്സ് ആയിട്ട് ഉണ്ടായിരിക്കുക. അതായത് IIT JAM-ൽ ABC എന്ന് പറഞ്ഞിട്ട് 3 പാർട്സ് ആണ് ഉണ്ടാവുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ എന്നോട് ചോദിക്കുക, നമുക്ക് അപ്പൊ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ പാർട്ട് A-ൽ 30 മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം മാത്രമേ ശരിയുണ്ടാവുള്ളൂ കേട്ടോ. ഒരു ഉത്തരം മാത്രമേ ശരിയുണ്ടാവുള്ളൂ. അതിൽ തന്നെ 10 ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെയും 20 ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെയാണ്. അപ്പം 10 ക്വസ്റ്റ്യൻ 1 മാർക്ക് ആകുമ്പോൾ 10 മാർക്കും 20 ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താണ്, 20 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 40 മാർക്ക് അവിടെ കിട്ടും. ടോട്ടൽ 50 മാർക്കിനാണ് സെക്ഷന്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിനകത്ത് ഒരെണ്ണം ചൂസ് ചെയ്യണം. അറിയാലോ, അതിനകത്ത് ഒരെണ്ണേ കറക്റ്റ് ഉണ്ടാവുള്ളൂ, ഒരെണ്ണം ചൂസ് ചെയ്യുക. ഇനി ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ പെനാൽറ്റി ഉണ്ട്. അതായത് 1 മാർക്കിന്റെ ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1/3 അല്ലെങ്കിൽ 0.33 നിങ്ങളുടെ നിന്ന് ഡയറക്റ്റ് ആവും. ഇനി 2 മാർക്കിന്റെ ചോദ്യമാണ് തെറ്റിപ്പോകുന്നതെങ്കിൽ -2/3 അല്ലെങ്കിൽ 0.66 നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പം ഏറ്റവും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സെക്ഷനാണ് സെക്ഷൻ A. സെക്ഷൻ A എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ സെൻസിബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് സെക്ഷൻ A. അപ്പൊ ടോട്ടൽ എത്രയാണ്? 50 മാർക്ക് സെക്ഷൻ A തന്നെ വന്നു. ഞാനിപ്പോ കട്ട് ഓഫ് ഒക്കെ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി സെക്ഷൻ B എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ഒരെണ്ണം, അത് നമുക്ക് ഉറപ്പില്ല. ചിലപ്പം ഒരെണ്ണം 4 ഓപ്ഷൻ ഉള്ളതിൽ ചിലപ്പോൾ 4ഉം ശരിയായിരിക്കും, ചിലപ്പോൾ 3ഉം ശരിയായിരിക്കും, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണേ അതിൻ്റെ അകത്ത് ശരിയാവുള്ളൂ, നമുക്കറിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ പറയുന്നത് ഓപ്ഷൻ സെക്ഷൻ B ആയിരിക്കും. കാരണം ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 2 എണ്ണം എന്തായാലും ശരിയാണെന്നറിയാം, 3-മത്തത് ശരിയാണോ അല്ലയോ എന്ന് അറിയത്തില്ല, 4-മത്തത് തെറ്റാന്നറിയാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആണ്, 2 എണ്ണം ഇടണോ 3 എണ്ണം ഇടണോ. ഇനിയിപ്പോ നിങ്ങൾ 2 എണ്ണം ഇട്ടെന്ന് വിചാരിക്കാം, പക്ഷെ ആക്ച്വലി 3 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു പാർഷ്യൽ മാർക്കിംഗ് കിട്ടില്ല. കാരണം 3 ശരി ഉത്തരത്തിൽ നിങ്ങൾ 2 എണ്ണം കറക്കിന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ 1 മാർക്കും കിട്ടാൻ പോകുന്നതല്ല കേട്ടോ. അപ്പൊ ഇവിടെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ B. അവിടെ നിങ്ങൾ ഉത്തരം തെറ്റിച്ചെന്ന് വന്നിട്ട് അവിടെ പെനാൽറ്റി ഒന്നുമില്ല. ഇവിടെ ഉത്തരം തെറ്റിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളിപ്പം ചെയ്തു പോയെന്ന് വെച്ചാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ അതിലേക്ക് വരാം. ഇനി സെക്ഷൻ C ആണ് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവില്ല,
ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവില്ല. നമ്മൾ തന്നെ മൾട്ടിപ്പിൾ ചെയ്ത്, അതായത് ഇതിന്റെ എക്സാമിന് ഇടയ്ക്ക് ഒരു കാൽക്കുലേറ്റർ ഉണ്ടാവും പൊക്കത്ത് തന്നെ. ആ കാൽക്കുലേറ്ററിൽ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ പറയുന്ന ചിലപ്പോൾ അവർ പറയും റൗണ്ട് ടു 1 ഡെസിമൽ, 1 ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ 2 ഡെസിമൽ, 3 ഡെസിമൽ, അല്ലെങ്കിൽ നിയറസ്റ്റ് ഇൻറ്റിജർ. അതായത് ഇപ്പൊ 80.1 എന്ന് വിചാരിക്കാം. 80.1 ആണെങ്കിൽ അവർ പറയാണ് ഓക്കെ നിങ്ങൾ നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പൊ അതായത് നോക്കിയേ 80.5 നിയറസ്റ്റ് ഇൻറ്റിജർ 80 ആണ്. ഇനി 80.6 ആണെങ്കിൽ നിങ്ങൾ റൗണ്ടിങ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും ഒന്ന് സംസാരിച്ച് റൗണ്ടിങ് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാം, എന്നാലല്ലേ നമുക്ക് ഒരു ഇതുള്ളൂ. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും മൈക്കൊക്കെ അതിന് കൺട്രോൾ അവർക്ക് കൊടുക്കാവോ? കുറച്ച് പിള്ളേർ സംസാരിക്കട്ടെ. അപ്പൊ 80.6 ആണെങ്കിൽ ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാവോ? ഇസ് ഇറ്റ് ഓഡിബിൾ? കേൾക്കാം. ഓക്കെ. അപ്പൊ 80.6 ആണെങ്കിൽ എത്രയാവും? 80.6 80 ആണോ 81 ആണോ? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. 81. 81 അത് തന്നെ. അപ്പൊ 81ൽ ഉത്തരം കിടക്കുക. അപ്പൊ ഉത്തരമുള്ളത് നമ്മൾ 81 എഴുതുമ്പോഴായിരിക്കും നമുക്ക് ശരി ഉത്തരം കിട്ടുക. ഇപ്പൊ 80.6 80 ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ട്രിക്ക്. അപ്പൊ ഇതിന്റെ അകത്തും 10 ചോദ്യം 1 മാർക്കിന്റെയും 10 ചോദ്യം 2 മാർക്കിന്റെയും ടോട്ടൽ ഇവിടെ എത്രയാ? 30 മാർക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെയും പെനാൽറ്റി ഇല്ല. ഇവിടെയൊക്കെ നമുക്കൊരു റൗണ്ട് ചെയ്ത് നമുക്കിപ്പോ ഒന്നും അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാന്നുള്ള രീതി. കാരണം ഇവിടുത്തെ സെക്ഷൻ ബിയിലും സിയിലും നിങ്ങൾ ഒരു ചോദ്യം പോലും വെറുതെ വിടരുത്. അറിയത്തില്ലെങ്കിൽ കൂടി ഇപ്പൊ എന്തെങ്കിലും നമ്മൾ റാൻഡം ആയിട്ട് ഗസ് എങ്കിലും ചെയ്യുക. മനസ്സിലായോ? കാരണം എന്താ? അവിടെ പെനാൽറ്റി ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന വെച്ചിട്ട് നമ്മുടെ ഇന്ന് മാർക്ക് ഒന്നും പോകുന്നതല്ല കേട്ടോ. അപ്പം അങ്ങനെ 3 സെക്ഷനിലായിട്ട് 100 മാർക്കിലാണ് പരീക്ഷ. 100 സെക്ഷനിൽ 100 മാർക്കിലാണ്. ഞാൻ ഇത് പരീക്ഷ എഴുതിയ മൊത്തം ആൾക്കാരുടെ ഒരു ലിസ്റ്റ് അങ്ങ് പറയാം. 2022 48,973 പിള്ളേര് എല്ലാ സ്ട്രീമിലുമായിട്ട് പരീക്ഷ എഴുതി. മനസ്സിലായി? എല്ലാ സ്ട്രീമിൽ എന്ന് വെച്ചാൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എല്ലാവരുമായിട്ട്. അവിടെ ഈ സെലക്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ എഴുതുന്ന പിള്ളേരിൽ എത്ര പേർക്ക് കിട്ടും? 5.1% ഓവറോൾ. പക്ഷെ നിങ്ങൾ നോക്കണം, ഇതിന്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യം തന്നെ കെമിസ്ട്രിയിൽ 12,940 പേരാണ് എഴുതിയത്. അതിൽ നിന്ന് 1,223 സീറ്റ് ഉണ്ട്. അതിൽ നിന്ന് 9.45% സെലക്ഷൻ റേറ്റ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ സെലക്ഷൻ റേറ്റ് ഉള്ള, കൂടുതൽ സീറ്റ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കെമിസ്ട്രി. അപ്പം മാക്സിമം ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഹാർഡ് വർക്കോടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ നല്ലപോലെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിന് ഓരോ കട്ട് ഓഫ് ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചേക്കാൻ നിങ്ങളെ പെട്ടെന്ന്. 2022 ഇപ്പൊ 100 100 നോക്കിയാൽ 2022 12,940 പേര് എഴുതി. ഓരോ കാറ്റഗറിക്കും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കാറ്റഗറി നിങ്ങൾ നോക്കുക, അതനുസരിച്ച് നിങ്ങൾ നോക്കുക. ജനറൽ കാറ്റഗറി ആയിരുന്നെങ്കിൽ 27.81 ആയിരുന്നു കട്ട് ഓഫ്. അതായത് 100ൽ 27.81. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ 8103 എങ്ങനെ വന്നെന്ന്. അത് ആക്ച്വലി നമ്മുടെ സ്കോർ അവർ നോർമലൈസ് ചെയ്യും. അപ്പൊ നോർമലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടോപ്പറിന്റെ മാർക്കുമായിട്ട് നമ്മുടെ സ്കോർ, ഇപ്പൊ ടോപ്പറിന് 100% കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും അതിനനുസരിച്ച് കൊടുത്തു വിടുക ചെയ്യണം കേട്ടോ. അപ്പൊ അതിന് ഒരു പ്രത്യേകത ഉണ്ട്. പരീക്ഷ ഭയങ്കര ടഫായിരുന്നു വിചാരിക്കാം. ഓക്കെ, പരീക്ഷ ഭയങ്കര ടഫായിരുന്നു. ഫസ്റ്റ് കിട്ടിയവന് 60 മാർക്കാന്ന് വിചാരിക്കാം. ഫസ്റ്റ് കിട്ടിയതിന് 60 മാർക്കാണ്, നിങ്ങൾക്ക് ഒരു 20 മാർക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ എങ്കിൽ കൂടി ഉറപ്പായിട്ടും നിങ്ങൾ എന്താണ് കട്ട് ഓഫിന് മേളിൽ വരും. കാരണം എന്താ? റിലേറ്റീവ് നോക്കുമ്പോൾ ടോപ്പറിന് 60 മാർക്ക് ഉള്ളവന് 100% വരുമ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു 40-50 റേഞ്ചിലേക്ക് എന്തായാലും വരും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇത് റിലേറ്റീവ് ആണ്. ഇത് വിചാരിച്ചിട്ട് 0.03 എങ്ങനെ വന്നു വിചാരിക്കേണ്ട. അത് പെർസെന്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ OBCക്ക് 25, SC ST ഇനിയിപ്പം നിങ്ങൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ 13.09 കേട്ടോ. ഇനിയിപ്പം ഓരോ വർഷവും ആൾക്കാർ ഇപ്പൊ 2021 14,473 പേരാണ് എഴുതിയത് അല്ലെ. കട്ട് ഓഫ് നോക്കിയേ, കട്ട് ഓഫ് 100ൽ 19.52. 19 എന്ന് വെച്ചാൽ എത്ര മാർക്കായി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു 10 ചോദ്യം ശരിയാക്കി നിങ്ങൾക്ക് കട്ട് ഓഫ് മേളിൽ കയറാം 2 മാർക്കിന്റെ. പറഞ്ഞു മനസ്സിലായോ? 10 ചോദ്യം, അതായത് 60 ചോദ്യത്തിൽ 10 ശരിയാക്കിയാൽ മതി. അത് 10 കറക്റ്റ് ആക്കി ബാക്കി അറിയത്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കട്ട് ഓഫ് മേളിൽ കയറാം. പക്ഷെ ഈ കട്ട് ഓഫ് മേളിൽ കയറി എന്ന് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ നമുക്ക് നല്ല IITസിലൊക്കെ വേണം, അതായത് IIT ബോംബെ വേണം, അല്ലെങ്കിൽ IIT മദ്രാസ് വേണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ കട്ട് ഓഫിന് ജസ്റ്റ് മുകളിൽ കിട്ടിയാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അതിന് കുറച്ചും കൂടെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ സ്കോർ പോരാ നമുക്ക്. ഇത് ക്വാളിഫയിങ് സ്കോർ എന്നാണ് ഇത് പറയാം.
അതായത് ഈ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ, ഈ സ്കോറോ ഇതിന് മുകളിലുള്ള സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ക്വാളിഫൈഡ് ആയി. അതായത് IIT JAM ഒരു വാലിഡ് സ്കോർ നിങ്ങൾക്ക് കിട്ടി. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഈ എക്സാം ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു സിറ്റുവേഷനിൽ നടത്തി എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുക. ഇതുപോലെ ഓരോ ദിവസം ഓരോ തവണത്തെ കട്ട് ഓഫ് ഉണ്ട്. അത് ഈ കട്ട് ഓഫ് വേരി ചെയ്യുന്നതിന് കാരണം ചില പരീക്ഷകൾ ടഫാവും. അതായത് ഇപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകണ്ടോ, 2021 കട്ട് ഓഫ് 19 ഉള്ളൂ, പക്ഷെ 2022 27 ഉണ്ട്. അതിനർത്ഥം വളരെ സിമ്പിൾ ആണ്. എക്സാം കമ്പാരിറ്റീവ്ലി 2023 ടഫായിരുന്നു. ഇത് നോക്ക്, അതായത് റിസർവേഷനുള്ള SC/ST PW റിസർവേഷൻ ഏകദേശം 10 മാത്രമാണ് കട്ട് ഓഫ്, അല്ലെ? അപ്പൊ എക്സാം ടഫ് ആയിരുന്നു. അപ്പം ടഫ്നെസ് കൂടുമ്പോൾ അനുസരിച്ച് കട്ട് ഓഫ് കുറയും. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പരീക്ഷാ പേപ്പർ സ്കിം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ, അതായത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പരീക്ഷ വൻ ടഫാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ്, നമ്മൾ ആൻസറിങ് ഒക്കെ മാക്സിമൈസ് ചെയ്യുക. നെഗറ്റീവ് മാർക്കിങ് അപ്പം വളരെ കുറച്ച് കൊണ്ടുവരിക, കേട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണേ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്തേ. അല്ലെങ്കിൽ എങ്ങനെയാ ഇത് ലൈവായിട്ട് പോകുന്നേ? നിങ്ങൾക്ക് അതെ, മനസ്സിലായി? നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് ജാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഒക്കെ ഡൗട്ട് ഉണ്ടെന്ന് നമ്മൾ കുറച്ച് കുട്ടികളെ വിളിച്ചപ്പോ ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് സെപ്റ്റംബർ 20 സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് ഫെബ്രുവരി 12 എക്സാം. ഫെബ്രുവരി 12 നമ്മുടെ എക്സാം. അപ്പൊ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. സോ സെപ്റ്റംബർ 20 കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോച്ചിങ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ആൽവിൻ നമ്മുടെ വൺ ഓഫ് ദ ഫാക്കൽറ്റീസ് ആണ്. കൃഷ്ണ ഫീസ് ചോദിക്കുന്നുണ്ട്. ഫീസ് കൃഷ്ണ നമ്മുടെ 2,999 രൂപയാണ് നമ്മുടെ ഫീസ്. ഫുൾ കോഴ്സിനും ടെസ്റ്റ് സീരീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മുടെ ഫീസ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ്. ഇനി ഇതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ക്ലാസ്സസ് ഓൺലൈൻ ആണ്. അങ്ങനെ അഫോർഡബിൾ ഫീസ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, 2 അടച്ചാലും മതി കേട്ടോ. ക്ലാസ്സസ് ഓൺലൈൻ ആണ്. എക്സാം എഴുതാൻ ഏജ് ലിമിറ്റ് ഉണ്ടോ ചോദിക്കേണ്ടത്? ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ. എക്സാം എഴുതാൻ ഏജ് ലിമിറ്റ് ഇല്ല. BSc കംപ്ലീറ്റഡ് അല്ലെങ്കിൽ BSc ഫൈനൽ ഇയർ ഇരിക്കുന്ന ആർക്കും എഴുതാൻ പറ്റും. എക്സാം ഓൺലൈൻ ആണ് കേട്ടോ. ക്ലാസ്സസും ഓൺലൈൻ ആണ്. നമുക്ക് നിങ്ങളുടെ ഓൺഗോയിങ് സ്റ്റുഡൻസിനും കൂടെ ഫീസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുമോ? സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് ഈ വർഷം JAM 2023 എഴുതാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അടുത്ത വർഷം എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി കൃഷ്ണ, കേട്ടോ. കാരണം അതായത് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഇയറിലുള്ള സിലബസ് ഇപ്പൊ കോളേജിൽ പഠിപ്പിക്കുന്നതൊക്കെ എളുപ്പമാകും. കാരണം നമ്മൾ അത് ഫുൾ ആണല്ലോ കവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പിന്നെ നമ്മളൊരു മെന്ററിങ് സ്കീമും കൂടെ ഉണ്ടല്ലോ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയറിലാണെങ്കിൽ തേർഡ് ഇയർ ആണ്, ഇപ്പൊ സാർ എന്ത് ചെയ്യണം, ഏത് കോഴ്സ് എടുക്കണം, എങ്ങോട്ട് പോകണം, ഇപ്പൊ എനിക്ക് BSc പഠിച്ചിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമ്മൾ അതിനേതായ നമ്മൾ 1-to-1 മെന്ററിങ് സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനും, ഇപ്പം അക്കാഡമിക്സ് മാത്രമല്ല വേറെ ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളോട് സംസാരിക്കാം. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസും ഒരു സൊല്യൂഷനും നമുക്ക് കണ്ടുപിടിക്കാം ഒരുമിച്ചായിട്ട് കേട്ടോ. കാരണം നമ്മളും ഇതേപോലെ തന്നെ നമ്മളെ ഇതുപോലെ ആൾക്കാർ നമുക്ക് മെന്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കും ഇതേപോലെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു മെന്റാലിറ്റി, അതാണ് നമ്മുടെ ഈ ബേസിക് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഒരു കാതൽ എന്ന് പറയും. അതായത് ഗിവിംഗ് ബാക്ക്, നമുക്ക് എന്ത് കിട്ടിയോ അത് ഗിവിംഗ് ബാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് സീറ്റ് മെട്രിക്സും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സീറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓരോ സ്ഥലത്തും എന്തോരം സീറ്റുകൾ ഉണ്ടെന്നുള്ളത് കേട്ടോ. ഇപ്പൊ IIT ബോംബെയിലാണെങ്കിൽ MSc കെമിസ്ട്രിക്ക് 57 ഈ വർഷത്തെയാണ് ഞാൻ പറയുന്നത്, 57 MSc കെമിസ്ട്രി ഉണ്ട്, 22 ഇന്റഗ്രേറ്റഡ് MSc PhD, അതായത് MSc പ്ലസ് PhD ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഷ്ടംപോലെ സീറ്റ് വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1500ഓളം സീറ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിനകത്തുള്ള വളരെ ചുരുക്കമാണ് പറയുന്നുള്ളൂ. IIT ഡൽഹിയിൽ 68, അവിടെ ഇന്റഗ്രേറ്റഡ് PhD ഇല്ല. MSc കെമിസ്ട്രിക്ക് 68 സീറ്റ് ഉണ്ട്. IIT ഗുവാഹത്തി അതാണ് ഇപ്പൊ നടത്തുന്നത്, അവിടെ 60 എണ്ണം ഉണ്ട്. IIT കാൺപൂർ ഇതുപോലെ 49, 57 ഇന്റഗ്രേറ്റഡ് MSc PhD. ഇനി അടുത്ത ഒരു ഹോട്ടാണ്, നമ്മുടെ ഒരു ഹോട്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത്, IIT മദ്രാസ്. അതായത് ഈ IIT മദ്രാസിൽ 67 MSc കെമിസ്ട്രി ഉണ്ട്. അതുപോലെ റൂർക്കെ. ഇനി ചിലവർക്ക് ഇനി കേരളത്തിൽ നിന്ന് പഠിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് IIT പാലക്കാട് ഇവിടെ ഉണ്ട് നോക്കിയോ, 21 MSc കെമിസ്ട്രി ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരുന്നു IIT പാലക്കാടിൽ MSc കെമിസ്ട്രി 21 ഉണ്ട്. ആരെങ്കിലും ഒക്കെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടോ? നമുക്കിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ വീട്ടിൽ പറയുകയാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ എവിടെയാണ് IIT പാലക്കാടിൽ MSc കെമിസ്ട്രി പഠിക്കുകയാണ്. സോ
അപ്പം നമുക്കുണ്ടാകുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒക്കെ വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ IIT പാലക്കാടിൽ 21 ഉണ്ട്, IIC ബാംഗ്ലൂരിൽ 20 ഇന്റഗ്രേറ്റഡ് സീറ്റ്സ് ഉണ്ട്, അതായത് MSc PhD സീറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇനി ഇതല്ലാണ്ട് IIT റോപ്പാർ, മണ്ടി, ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞാൻ വളരെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം ഒന്ന് കാണിച്ചേക്കുവാണ്, അത് ടോപ്പ് ടയർ എന്ന് വിളിക്കാവുന്ന ഒന്ന് കാണിച്ചേക്കുവാണ്. ഇനി വേണമെങ്കിൽ അപ്പൊ ഇതാണ് എക്സാമിന്റെ പാറ്റേൺ. ഇനി ഞാൻ എക്സാമിനെ പറ്റി പറയാം. എക്സാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ സ്കിം ചെയ്യണം. ഇപ്പൊ ഈ ഒരു 3 എണ്ണം കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ഏറ്റവും ആദ്യം ചെയ്യണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ABC സെക്ഷൻ നിങ്ങളിൽ ചുമ്മാ കിടപ്പുണ്ട്, ഏത് സെക്ഷൻ നിങ്ങൾ ആദ്യം ഹാൻഡിൽ ചെയ്യും? ഒന്ന് പറയാമോ? ആരെങ്കിലൊക്കെ ഒന്ന് ആലോചിക്കാവോ? ഒന്ന് പറഞ്ഞേ. നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി? A ചെയ്യണോ, ഞാൻ B ചെയ്യണോ, ഞാൻ C ചെയ്യണോ ആദ്യമേ? അതായത് പേപ്പർ കിട്ടിക്കഴിഞ്ഞ് സ്കിം ചെയ്ത് കഴിഞ്ഞ് ഈ റൗണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ആദ്യത്തെ റൗണ്ടിൽ തൊട്ട് ഏതെണ്ണം ചെയ്തു തുടങ്ങണം? ഒന്ന് പറഞ്ഞടാ. ഏതോ ലാസ്റ്റ് സെക്ഷൻ. ആ അതായത് കൂടുതൽ പേര് പറയുന്നത് അപ്പം B സെക്ഷനും A സെക്ഷനും ഒക്കെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട് ആൽവിൻ, എനിക്ക് തോന്നുന്നു. പക്ഷെ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു സ്ട്രാറ്റജി പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ആദ്യമേ ഞാനായിരുന്നെങ്കിൽ ഞാൻ ആദ്യം C സെക്ഷനിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് സോൾവ് ചെയ്യൂല. കാരണം ഇപ്പൊ അതിന് കാരണം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് സിയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലാസ് ആണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു D സ്പേസിങ്ങിന്റെ ഫോർമുലയാണ് എന്തെങ്കിലും ആവട്ടെ, കണ്ടുപിടിക്കേണ്ട, അവിടെ അങ്ങ് ഫോർമുല എഴുതി വെക്കുക. മനസ്സിലായി? എല്ലാത്തിനും ഏതാണ് ഫോർമുല എന്ന് ഓർമ്മ വരുന്നത്. കാരണം ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് പിന്നെ ആ ഫോർമുലാസ് എല്ലാം അങ്ങ് എഴുതി വെക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ സെലക്ടിലേക്ക് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രശ്നം നിങ്ങൾ A തുടങ്ങിയെന്ന് വിചാരിക്കാം, A മുടിഞ്ഞ പാടാന്ന് വിചാരിക്കാം, മുടിഞ്ഞ പാടാ. നിങ്ങൾ സിയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഫോർമുല പോയിട്ട് ഒന്നും ഓർമ്മ ഉണ്ടാവും കാണില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ദൈവമേ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ കിട്ടൂല. കാരണം എന്താ? ഇവിടെ തന്നെ നിങ്ങൾ ഈ Aന്ന് തന്നെ നിങ്ങൾ ഓൾറെഡി സ്ട്രെസ്ഡാ. മനസ്സിലായോ? A തന്നെ നിങ്ങൾ ആകെ പൊളിഞ്ഞു. ബേസിക്കലി Aയിൽ ഒന്നും കിട്ടുന്നില്ല, Bയും പോയി Cയും പോയി എന്നുള്ള അവസ്ഥയിലായി. അപ്പൊ എന്താണ്, സിയിലേക്ക് പോയിട്ട് ഒന്നും കിട്ടും എന്നുള്ള അവസ്ഥയാണ്. പകരം ഇനിയിപ്പോ A എളുപ്പമാണെങ്കിലോ, നിങ്ങൾക്ക് ഈ സിയിലേക്ക് തിരിച്ചു വരുമ്പം സിയിൽ അറിയത്തില്ലാത്തതും കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അപ്പൊ ആദ്യം ഇപ്പൊ ഞാനാണ് ചെയ്യുന്നെങ്കിൽ സി പോയിട്ട് എന്ത് ചെയ്യുക, സി പോയിട്ട് ഓരോന്നിനും ഇപ്പൊ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇപ്പൊ ഫോർമുല ആണെങ്കിൽ N ലാംഡ ഒരു ഫോർമുല അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ, കാൽക്കുലേറ്ററിൽ അടിച്ചു വിട്ടാൽ മതിയല്ലോ. എല്ലാത്തിനും ഫോർമുലാസ് ചെയ്തും. പിന്നെ ട്രിക്കി ആയിട്ടുള്ളത് Bയും Cയും. ഇതിൽ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ B ആണ്. കാരണം ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യം, കാരണം നമുക്ക് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷനിൽ 3 എണ്ണം ചിലപ്പോൾ അറിയായിരിക്കും, നാലാമത്തെ ശരിയാണോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ടിൽ നിൽക്കുമായിരിക്കും, എന്താ ചെയ്യേണ്ട അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് ഗസ്സിങ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പൊ കാണിച്ചു തരാം അങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ A ക്വസ്റ്റ്യൻ ചെയ്യുന്നവർ, എനിക്ക് പറയാം കുറെ ആൾക്കാർ A ആദ്യം ചെയ്യുന്നതിന് കാരണം ഈ 50 മാർക്ക് കണ്ടിട്ടാണ് അല്ലെ. 50 മാർക്ക് മാക്സിമൈസ് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ 50 മാർക്കിലും ഓർക്കുക, ഇത് ഫുള്ള് ശരിയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 50 കിട്ടുള്ളൂ. ഇവിടെ നെഗറ്റീവ് മാർക്കിന്റെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 0.66 ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പം ഇത് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി ചേച്ചി ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ കാണിക്കട്ടെ എന്നവരെ ഒന്ന് സോൾവ് ചെയ്യട്ടെ നമുക്കെന്നാ. ആൽവിൻ, അതിനു മുന്നേ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, 12th PCB ആണോ? ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കണ്ടില്ല. ബേസിക്കലി ഞാൻ വൈറ്റ് ബോർഡിലാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരുന്നു. മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനും അറിയാലോ. ഇതിനകത്ത് ഇന്റഗ്രേഷൻ ഒന്നും ഇല്ല, പേടിക്കണ്ട കേട്ടോ. ഇന്റഗ്രേഷൻ ഒന്നും ഇല്ല, ഡിഫറൻഷിയേഷനും ഇല്ല. അതൊക്കെ ഗേറ്റിലൊക്കെ 1-2 ചോദിച്ചാലേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം കാൽക്കുലേറ്റർ കാണും, നമുക്ക് ഫോർമുല കാണാൻ പഠിക്കുക, ഫോർമുലയിലുള്ള വേരിയബിൾസ് എന്നൊക്കെ വാല്യൂ എന്ന് കാണുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുക, ഉത്തരം ചെയ്ത് അത് തന്നെ. അപ്പൊ മാത്സ് അത്ര വലിയ ടഫ് ഉള്ളവർ, എനിക്ക് മാത്സ് അറിയില്ല എന്നൊക്കെ ഉള്ളവര് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ട്. അതായത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മാത്സ് ഒരു അത്ര വലിയൊരു ബേർഡൻ അല്ല ഇതിനകത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് അക്വയർ ചെയ്യാവുന്നുള്ളൂ. അതായത് ചിലവർ സ്പീഡ് ചെയ്യും, കാരണം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. ഇപ്പം കാൽക്കുലേറ്റർ ഇല്ലാതെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും, കാരണം മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, കാൽക്കുലേറ്ററിൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ അത്ര വലിയ കാര്യമില്ല. റൗണ്ടിങ് ഒക്കെ നമുക്ക് വേറെ സെഷൻ തന്നെ വരും, റൗണ്ടിങ്, ഡെസിമൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു പാർട്ട് സീനെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അപ്പൊ അതൊക്കെ നോക്കാൻ വേണമെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. നമ്മൾ സമയം അതിക്രമിക്കുന്നു. മാം കൃഷ്ണയാണ്. കൃഷ്ണ, ഈ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ 2 ഓപ്ഷനോ അതിലധികം ഓപ്ഷനോ ചൂസ് ചെയ്യണമല്ലോ.
ഉം. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്തില്ലെങ്കിൽ അതിന് മാർക്ക് കിട്ടും. ഇല്ല, പാർഷ്യൽ മാർക്കിംഗ് ഉണ്ടാവില്ല അവിടെ. എല്ലാം ശരിയാകണം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ അതേ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അതായത് 3 നമ്മളിപ്പോ വിചാരിച്ചു എനിക്ക് 2 കറക്റ്റ് ആയിട്ട് അറിയാം, 3 അറിയത്തില്ല, പക്ഷെ 3 ശരിയാണെങ്കിൽ എന്ത് പറ്റുക, നമുക്ക് മാർക്ക് കിട്ടൂല. അവിടെ പാർഷ്യൽ മാർക്കിംഗ് ഇല്ല അവിടെ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ സെക്ഷൻ ബി. അതേസമയം പെനാൽറ്റി ഇല്ല. പെനാൽറ്റി ഇല്ല. penalty എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം തെറ്റായി പോയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കൊന്നും പോവില്ല, കിട്ടുകയില്ല, പോവില്ല. ഓക്കെ, മനസ്സിലായോ? യെസ് സർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഞാൻ 2022 വന്ന കുറച്ച് ചോദ്യമാണ്. ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാക്സിമം പാർട്ടിസിപ്പേഷൻ വേണം, എല്ലാവരും കൂടെ ഉണ്ടാവണേ. ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പറയാം. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്: എമംഗ് ദ ഫോളോയിങ് ദാറ്റ് ഫോംസ് ദ സ്ട്രോങ്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ ഹൈഡ്രജൻ ബോണ്ട്. പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? മക്കളെ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, പടപടാന്ന് പറഞ്ഞേ ഇങ്ങോട്ട്. ഹലോ. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഉത്തരം അറിയാമോ നിങ്ങൾക്ക്? ഒന്ന് ചുമ്മാ ഗസ് ചെയ്തേ, നിങ്ങളൊന്ന് ചുമ്മാ ഗസ് ചെയ്തേ, ഏതായിരിക്കും ഉത്തരം? എച്ച് എഫ് അല്ലേ? എച്ച് എഫ്, ഹൈഡ്രജൻ. ഇത് വളരെ എളുപ്പമുള്ളതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇത് ഉത്തരത്തിലേക്ക് എത്തിയെന്ന് ഞാൻ എത്തിയെന്ന് വിചാരിക്കാം, പക്ഷെ ഉത്തരം അല്ല, ശരിയാണ്. ഒരാളത് പറയട്ടെ. ഒരാളതൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് പറയോ എങ്ങനെയാ എച്ച് എഫിലേക്ക് എത്തിയെന്ന്? എനിബഡി, ആരെങ്കിലും? സൈസ് ഓഫ് ദ മോളിക്യൂൾ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴേക്ക് വരുന്തോറും സൈസ് കൂടും. അങ്ങനെയാവുമ്പോ ബോണ്ട് ലെങ്ത് കൂടും, അപ്പൊ ബോണ്ട് സ്ട്രെങ്ത്. അപ്പം പക്ഷെ ഇത് ഹൈഡ്രജൻ ബോണ്ട് അല്ലേ ചോദിച്ചേക്കുന്നത്, അത് എച്ച് എഫ് ബോണ്ടിനെ പറ്റി അല്ലല്ലോ സംസാരിക്കുന്നത്. അല്ല, പറഞ്ഞ ഉത്തരം ശരിയാണ്, എച്ച് എഫ് ശരിയാണ്. ഞാൻ പറഞ്ഞ നമുക്ക് അതിന്റെ കൃത്യമായുള്ള റീസൺ ആണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് സൈസ് പറയുമ്പോൾ ബോണ്ട് ലെന്ത് കുറയും, അപ്പം സ്ട്രെങ്ത് കൂടും എന്നൊക്കെയാണ് പറയുന്നത്. അത് കറക്റ്റ് ആണ്. പക്ഷേ ഇങ്ങോട്ട് നോക്കിയോ കേട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. എച്ച് എഫ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് കൂടുതലുള്ള സാധനം ഏതാ? ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ അടുത്തേക്ക് ആര് വന്നാലും അവന്റെ ഇലക്ട്രോൺസ് ഫുൾ ആരെടുക്കും? അപ്പുറത്ത് തന്നെ അവന്റെ ഇലക്ട്രോൺസ് ഫ്ലൂറിൻ അടിച്ചു മാറ്റും അല്ലെ? അപ്പം അയഡിനാണ്, ഫ്ലൂറിന് 4ആണ്. സോറി, ജസ്റ്റ് ടച്ച് ആയിപ്പോയതാണ്. അപ്പം ജസ്റ്റ് ആൽവിൻ ആ എച്ച് എഫ് ബോണ്ടിന്റെ, അതായത് എച്ച് എഫ് ബോണ്ടിന്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു ബോണ്ടും പിന്നെ ഹൈഡ്രജൻ ബോണ്ടും എത്ര ഡിഫറെന്റ് ആണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോൾ വേറൊരു എച്ച് എഫ് ആയിട്ടുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, അപ്പം എച്ച് എഫ് നോക്കിക്കേ. എച്ച് എഫ് ഇങ്ങനെ വെക്കുമ്പോൾ ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ട് അല്ലെ? ഈ ഫ്ലൂറിൻ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഫുൾ ഇങ്ങോട്ട് മേടിക്കും അല്ലെ? ഇങ്ങോട്ട് മേടിക്കുമ്പോൾ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ പോകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോണിന്റെ ചാർജ് എന്നാ? നെഗറ്റീവ്. അതായത് നമ്മളിൽ നിന്ന് നെഗറ്റീവ് പോകുമ്പോൾ നമ്മൾ ആരാവും? നമ്മൾ പോസിറ്റീവ് ആവും. അപ്പം ഇവന്റെ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റീവിനെ എടുത്തുകൊണ്ട് ആര് പോയി? ഫ്ലൂറിൻ പോയി. അപ്പൊ ഹൈഡ്രജൻ പോസിറ്റീവായി, കൂടുതൽ നെഗറ്റിവിറ്റി വന്ന ഫ്ലൂറിൻ ആരായി? ഫ്ലൂറിൻ നെഗറ്റീവായി. ഇതാണ് ചാർജ് സ്പെഷ്യലൈസേഷൻ. ഇതേപോലെ ഓരോ മോളിക്യൂൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് ഈ ബോണ്ടിന്റെ കാര്യമാണ്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരമുണ്ട്. ഒന്ന് ഇന്റർമോളിക്കുലാർ, ഒന്ന് ഇൻട്രാമോളിക്കുലാർ. ഇന്റർമോളിക്കുലാർ എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ മോളിക്യൂളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇന്റർമോളിക്കുലാർ എന്ന് പറയുക. അല്ലെങ്കിൽ ഒരേ മോളിക്യൂളിലാണെങ്കിൽ അതിനെ ഇൻട്രാ എന്ന് പറയും കേട്ടോ. അപ്പം ഇങ്ങനെ ഇവിടെ ഒന്ന് ഹൈഡ്രജൻ ബോണ്ട് ശ്രദ്ധിച്ചേ, സ്ട്രോങ്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകണമെങ്കിൽ വേറൊരു എച്ച് എഫ് അടുത്ത് വരണ്ടേ? അതെ, വേറൊരു എച്ച് എഫ് വന്നു, ഒരു എച്ച് എഫ് ഇവിടെ വന്നു. അവനും എന്താണ്? അവനും ഡെൽറ്റ പോസിറ്റീവ് ഉണ്ട്, അവനും ഡെൽറ്റ നെഗറ്റീവ് ഉണ്ട് അല്ലെ? അപ്പൊ നോക്കിക്കേ, ഈ ഫ്ലൂറിന്റെ ഡെൽറ്റ നെഗറ്റീവും ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവും അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ മാക്സിമം ഹൈഡ്രജൻ ബോണ്ട് ഫോഴ്സ് ഉണ്ടാവുന്നു. പക്ഷെ ചിലവരെങ്കിലും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോണ്ട് സ്ട്രെങ്ത് കമ്പയർ ചെയ്തിട്ട്, അതാണ് സൈസിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. പക്ഷെ ഉത്തരം ശരിയാണെങ്കിൽ കൂടി അതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് ഇങ്ങനെയാണ്, മനസ്സിലായോ? പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എല്ലാവരും പറയണേ, ഇതിനകത്ത് ഈ 4 ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ആർക്കടാ? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. മെൽറ്റിംഗ് പോയിന്റ് ആർക്കാ? ഹലോ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ ആർക്കാ? അതെന്തുകൊണ്ടാ പറഞ്ഞേ നിങ്ങള്? ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും നിങ്ങള് ചെയ്യുന്ന പറഞ്ഞേ? എച്ച് ഐയിലാണ്. അപ്പൊ അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലല്ലേ? കുറവാണോ കൂടുതലാണോ വേണ്ടേ? കുറവല്ലേ വേണ്ടേ? മെൽറ്റിംഗ് പോയിന്റ് കുറവ് വേണം. അതായത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം എച്ച് എഫിന് നിങ്ങൾ മെൽറ്റിംഗ് പോയിന്റ് വെച്ചാൽ ഏതൊരു സാധനത്തിന് നമുക്ക് മെൽറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഹൈഡ്രജൻ ഫ്ലോറൈഡ് നമുക്കറിയാം ഭയങ്കര ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് ആകുമ്പോൾ അവന് കൂടുതൽ അവനെ ഹീറ്റ് ആക്കിയാലേ ഉള്ളൂ അവൻ മെൽറ്റ് ചെയ്യുള്ളൂ.
അതിനർത്ഥം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്നവരെ നമുക്ക് വേർപിരിക്കാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് കൊടുക്കണം. അപ്പോൾ ആർക്കാ മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ? ഹൈഡ്രജൻ ഫ്ലോറൈഡ്. അടുത്ത ചോദ്യം, ബോയിലിംഗ് പോയിന്റ് ആർക്കാണ് കൂടുതൽ? ബോയിലിംഗ് പോയിന്റ് സെയിം റീസൺ. ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അതിനെ ചൂടാക്കണം അല്ലേ, അതിനെ അങ്ങനെ തിളപ്പിക്കണം. അങ്ങനെ തിളപ്പിക്കണമെങ്കിൽ ആർക്കാ കൂടുതൽ? പെട്ടെന്ന് തിളയ്ക്കുന്ന ആരാ? ഈ ബോണ്ട് ഏറ്റവും വീക്ക് ആയവൻ ആദ്യം തിളയ്ക്കും, ഇവൻ ഏറ്റവും ലാസ്റ്റ് തിളയ്ക്കും. അപ്പൊ ആരാ? ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് മാക്സിമം ബോയിലിംഗ് പോയിന്റ് വെൻ കമ്പയർ ടു ഹൈഡ്രജൻ അയഡൈഡ്. അടുത്ത ചോദ്യം, ഇതൊക്കെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയില്ലേ, വേഷം മാറി പല രീതി വരും. അടുത്ത ചോദ്യം, തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ സ്റ്റെബിലിറ്റി ഇത് ഒരൊറ്റ കൺസെപ്റ്റിൽ വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. തെർമൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ ചൂടില്, അതായത് ടെമ്പറേച്ചറിൽ ഏറ്റവും സ്റ്റേബിൾ ആരാണ്? ടെമ്പറേച്ചറിൽ ഏറ്റവും സ്റ്റേബിൾ ആരാ? ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. കറക്റ്റ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഓർഡർ എങ്ങനെയാ വരുന്നത്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ഏറ്റവും സ്റ്റെബിലിറ്റി, പിന്നെ HCl, പിന്നെ ഹൈഡ്രജൻ ബ്രോമൈഡ്, പിന്നെ ഏറ്റവും ഹൈഡ്രജൻ. ഇനി അടുത്ത ചോദ്യം, 1, 2, 3, 4 കൺസെപ്റ്റ് ആയി. അടുത്ത പിടിച്ചോ, റെഡ്യൂസിങ് ക്യാരക്ടർ. റെഡ്യൂസിങ് ക്യാരക്ടർ എന്താണ്? റെഡ്യൂസിങ് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ്യൂസിങ് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അസിഡിക് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു സാധനത്തിന് ആസിഡ് ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? അതിന് ഹൈഡ്രജൻ ഏറ്റവും എളുപ്പത്തിൽ വിട്ടുകൊടുക്കുന്നവൻ കൂടുതൽ അസിഡിക് ആണ്, അല്ലെങ്കിൽ കൂടുതൽ റെഡ്യൂസിങ് ആണ്. ഇതിൽ ഏറ്റവും പെട്ടെന്ന് ഹൈഡ്രജന് വിട്ടുകൊടുക്കുന്ന ആരാടാ? പറഞ്ഞേ. HI ഏറ്റവും പെട്ടെന്ന്. കാരണം എന്നാ, ഈ ബോണ്ട് ഭയങ്കര വീക്കല്ലേ, ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വീക്കല്ലേ. അപ്പൊ ഈ ഹൈഡ്രജനെ പെട്ടെന്ന് വിട്ടിട്ട് H+ഉം I- മാറാൻ പറ്റും. അതിനാൽ ഏറ്റവും കൂടുതൽ ആസിഡിക് ക്യാരക്ടർ ആർക്കാ? ഹൈഡ്രജൻ അയഡൈഡ്. ഓർഡർ എങ്ങനെയാ പറയുന്നത്? ഹൈഡ്രജൻ അയഡൈഡ് ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HF. മനസ്സിലായോ? റെഡ്യൂസിങ് ക്യാരക്ടറും അതേപോലെ തന്നെ HI ഗ്രേറ്റർ ദാൻ HBr. ഉണ്ടോ? ഒറ്റ കൺസെപ്റ്റിൽ നിന്ന് 1, 2, 3, 4, 5 കൺസെപ്റ്റ് നമുക്ക് ഇത് പല രീതി ചോദിക്കാം. വേണമെങ്കിൽ അവർക്ക് നമുക്ക് ഓർഡർ ആയിട്ട് ചോദിക്കാം, മൾട്ടിപ്പിൾ സെലക്ട് ചോദിക്കാം, പല രീതി ചോദിക്കാം കേട്ടോ. അപ്പം ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായി ചോദ്യം എങ്ങനെ സോൾവ് ചെയ്തെന്ന്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? പെട്ടെന്ന് പറഞ്ഞേ, ഡൗട്ട് ഉണ്ടെങ്കിൽ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഞാൻ വേറെ ഒരെണ്ണം കാണിക്കാം. ഓക്കെ, ഇതാണ് ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടോ മക്കളെ? സോളിഡ് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടോ? ഇവിടെ നോക്കിക്കേ, സോളിഡ് സ്റ്റേറ്റ് ഡിഫക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഡിഫക്റ്റ് ഒക്കെ ഇതിനകത്ത് ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ എഴുതിയേക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും? ഷോർട്ട്കി ആൻഡ് ഫ്രെങ്കൽ അല്ലേ? അപ്പൊ ചോദിച്ചേക്കുന്നതാണ് കോമൺ പോയിന്റ് ഡിഫക്ട്സ് ഇൻ സോളിഡ്സ്. ഇത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്, MSQ ആണ് കേട്ടോ. MSQ ആണ്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ. ഇപ്പോ ഈ ചോദ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഒരു വളരെ കാൽക്കുലേറ്റഡ് ഗസ് നമ്മുടെ ചോദ്യങ്ങൾക്ക് കൊണ്ടുവരാമെന്നാണ്. അതായത് നിങ്ങളുടെ ഇപ്പം പറയുന്ന നിങ്ങൾ പറഞ്ഞു ഞാൻ ഷോർട്ട്കി കേട്ടിട്ടുണ്ട് സാർ, ഞാൻ ഫ്രെങ്കൽ കേട്ടിട്ടുണ്ട്. IIT ജാമ്പിന്റെ സിലബസിലുള്ള 2 സാധനങ്ങളാണ് ഷോർട്ട്കിയും ഫ്രെങ്കലും. വാട്സ്ലിയും സുസൂസിയും ക്രിസ്റ്റോഗ്രാഫിക് ഡിഫക്റ്റ് ആണ്. അത് നിങ്ങൾ MSCയിൽ മാത്രമേ പഠിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് ചോദ്യം വരുന്നു. ഓക്കെ, നിങ്ങൾ ആലോചിക്കുകയാണ്, ഓക്കെ വാട്സ്ലി ഇതെന്ത് സാധനം, സുസൂക്കി ഇത് കേട്ടിട്ടില്ലല്ലോ, ഞാൻ സാറ് പഠിപ്പിച്ച നോട്ട്സ് ഒക്കെ നോക്കിയാണല്ലോ, അതിൻ്റെ അകത്ത് എവിടെയും കേട്ടിട്ടില്ലല്ലോ. നോക്കുമ്പോൾ ഷോർട്ട്കിയും ഫ്രെങ്കലും അറിയാം. ഇതിന് ആൻസേഴ്സ് ഷോർട്ട്കിയും ഫ്രെങ്കലും ആണ്. മനസ്സിലായോ? ഇനി കാരണം ഇതിനെ എങ്ങനെ നമ്മൾ നെഗേറ്റ് ചെയ്യാം? ഇത് രണ്ടും സിലബസിലില്ല എന്നുള്ളൊരു നമ്മൾ പഠിച്ചതാണെങ്കിൽ സിലബസിൽ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് ഓക്കെ ഇത് രണ്ടും സിലബസിലില്ല, എനിക്കറിയെങ്കിൽ കൂടി നെഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ഇതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല എങ്കിൽ ഇവ രണ്ടുമായിരിക്കും ഉത്തരങ്ങൾ എന്ന് പറഞ്ഞ് നമുക്കൊരു ഇൻറ്റ്യൂട്ടീവ് ഗസ് അടിയാൻ പറ്റും. മനസ്സിലായോ? ചോദ്യം ചെയ്ത മനസ്സിലായോ എങ്ങനെയെന്ന്? അപ്പൊ എല്ലായ്പ്പോഴും ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഉത്തരം ശരിയായി, നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വാട്സ്ലി ഡിഫക്റ്റും സുസുക്കി ഡിഫക്റ്റും അറിയായിരുന്നു? അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കാൽക്കുലേറ്റഡ് ഗസ് വെച്ചിട്ട് ചോദ്യം സോൾവ് ചെയ്തു. ഇവിടെ പരീക്ഷ കഴിഞ്ഞിട്ട് എങ്ങനെ സോൾവ് ചെയ്തു എന്നൊന്നും ആരും ചോദിക്കില്ല. ഇപ്പൊ നമ്മൾ ചക്കയിട്ടിട്ട് മുയല് വീണ അവസ്ഥയിലാണെങ്കിൽ കൂടി നമുക്ക് മാർക്ക് കിട്ടും ബേസിക്കലി. അപ്പം ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത, നമ്മൾ ആദ്യമേ നന്നായിട്ട് ഈ നമ്മുടെ കെമിസ്ട്രി സിലബസ് അങ്ങ് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പൊടിക്കൈകളുണ്ട്, അതായത് പരീക്ഷകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള പൊടിക്കൈകളുണ്ട്. അപ്പം പൊടിക്കൈകൾ വെച്ചിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചില സമയത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ ചോദ്യം. ഇപ്പൊ ഒന്നും അറിയത്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്കൊരു, കാരണം 50% ചാൻസ് ഉണ്ട് ഇത് ശരിയാണ്, കാരണം ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഇത് മനസ്സിലായി ഈ ചോദ്യം എങ്ങനെയാ ചെയ്തതെന്ന്? ഇത് 2022 നിങ്ങൾക്ക് പേപ്പർ നോക്കിയാൽ മനസ്സിലാവും, 2022 വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ കുറെ പിള്ളേർക്ക് ആക്ച്വലി കംപ്ലൈന്റ് കൊടുത്ത് ഇത് രണ്ടും പഠിപ്പിച്ചിട്ടില്ല എന്ന രീതിയിൽ. പക്ഷെ ഉത്തരം ഇത് രണ്ടായതുകൊണ്ട്, ഇതിനകത്ത് ഉത്തരം ഇല്ലാത്തതുകൊണ്ട് അവരുടെ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ ബേസിക്കലി.
മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അതിന്റെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ള വെച്ചാൽ ഇത് നമുക്ക് BSc പോലും അല്ല. നിങ്ങൾക്ക് അറിയാം 12th സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 1 12th ചാപ്റ്റർ 1 സോളിഡ് സ്റ്റേറ്റിനകത്തുള്ള 2 ഡിഫക്റ്റ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും. അപ്പം അതുപോലും സോളിഡ് സ്റ്റേറ്റ് പഠിക്കാതെ പോയിട്ടുള്ള ഒരു കുട്ടിക്ക് വരെ ഷോർട്ട് കീയും ഫ്രങ്കലും കേട്ട് പരിചയമെങ്കിലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വൈൽഡ് ഗസ് അല്ലെ, നമുക്കൊരു കട്ട് ഓഫ് ആവണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും സോളിഡ് സ്റ്റേറ്റ് പഠിക്കാതെ പോയിട്ടുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ കേട്ടോ. കാരണം നമുക്ക് എന്തായാലും പെനാൽറ്റി ഇല്ലല്ലോ, സോ യു ക്യാൻ ഗസ് ആക്ച്വലി. ഇത് മൾട്ടിപ്പിൾ സെലക്ട് ആയതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്കൊന്നും പോകില്ല കേട്ടോ. ഇനി നിങ്ങൾ അരോമാറ്റിസിറ്റി പഠിച്ചിട്ടുണ്ടോ മക്കളെ? അരോമാറ്റിസിറ്റി പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? എന്നാ പടപടാന്ന് ഉത്തരം പറഞ്ഞേ. ഞാൻ ഈ ചോദ്യം തരാം. ഇത് ന്യൂമറിക്കൽ ഇതിൽ വന്നാണ്, നമ്മുടെ നാറ്റിൽ വന്നാണ് ന്യൂമറിക്കൽ. എത്ര എണ്ണം അരോമാറ്റിക് ആണെന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ അരോമാറ്റിസിറ്റി വളരെ ചെറുപ്പത്തിൽ പറയാം. 3 കണ്ടീഷൻ എന്ന് പറഞ്ഞേക്കാം കേട്ടോ. ആദ്യത്തെ കണ്ടീഷൻ സാധനം എന്താ പറഞ്ഞേ? ആദ്യത്തെ കണ്ടീഷൻ എന്താ അരോമാറ്റിസിറ്റിയുടെ? ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞേ. പ്ലാനാർ ആയിരിക്കണം. പിന്നെ 4n+2 pi electrons. പിന്നെ സൈക്ലിക് ആയിരിക്കണം. പിന്നെ ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട്. ഓക്കെ, അത് കോൺജുഗേറ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സാധനം അരോമാറ്റിക് ആണോ? 4n+2 ഇലക്ട്രോൺസ് ഉണ്ട്, പ്ലനാർ ഉണ്ട്, ഡീലോക്കലൈസ്ഡ് ഉണ്ട്. ഇത് അരോമാറ്റിക് ആണോ? അല്ല, കാരണം സൈക്ലിക് അല്ല. സൈക്ലിക് എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു ബോക്സ് പോലെ ഇങ്ങനെ കണ്ടോ, ബാക്കിയെല്ലാം കണ്ടോ, ഇങ്ങനെ തുറന്ന് അടച്ചു വെച്ചേക്കുന്ന രൂപത്തിനെയാണ് സൈക്ലിക് എന്ന് പറയുന്നത്. ഇതിൽ കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പൈ ഇലക്ട്രോൺസിന്റെ കൗണ്ട് ഒക്കെ ശരിയാവുന്നുണ്ടെങ്കിൽ കൂടി സാധനം എന്താണ്? സൈക്ലിക് അല്ല. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഔട്ടായി. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷനിലേക്ക് വരാം. അടുത്തത് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ഈ സാധനം എന്നാ മക്കളെ? ഈ സാധനം കണ്ടിട്ടുണ്ടോ? സൈക്ല ഒക്ട ടെട്രൈൻ. ഇത് ബെൻസീൻ അല്ല. 8 സാധനം ഉള്ളത് അല്ല, ബെൻസീൻ ഇതാ കേട്ടോ. ബെൻസീൻ ഇങ്ങനെ നോക്കിയോ. ബെൻസീൻ വളരെ എളുപ്പം. ബെൻസീൻ ഇങ്ങനെ 6 സൈഡുള്ള സാധനമാണ് ബെൻസീൻ. ഇതുണ്ടോ, ഇതിൽ 8 സൈഡ് ഉണ്ട്. ഇത് പ്ലനാർ ആണോ എന്ന് ചോദിച്ചു. ഇത് സൈക്ലിക് ആണോ മക്കളെ? സൈക്ലിക് ആണോ? അതെ, സൈക്ലിക് ആണ്. ഡീലോക്കലൈസേഷൻ ഉണ്ടോ? ഡീലോക്കലൈസേഷൻ ഉണ്ട്. 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടോ? ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ഇട്ട് കൊടുക്കാം, 1 ഇട്ട് കൊടുക്കാം, 2 ഇട്ട് കൊടുക്കാം, അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ സാധനം ആക്ച്വലി ഇതിനെന്താണ് 4n+2 പൈ ഇലക്ട്രോൺസ് അല്ല. 4n പൈ, അതായത് ഇവിടെ ഓരോ വരെയും 2 ഇലക്ട്രോൺ ആയിട്ട് കൂട്ടിക്കോ. 2, 4, 6, 8 പൈ ഇലക്ട്രോൺ. അപ്പൊ ഇത് അരോമാറ്റിക് ആണോ? ഞാൻ പറയാം. ഇത് ആന്റി അരോമാറ്റിക് ആണെന്നുള്ള കാര്യത്തിൽ ഞാൻ പറയാം. ആന്റി അരോമാറ്റിക്, അതായത് അരോമാറ്റിസിറ്റിയിൽ 1 ആന്റി അരോമാറ്റിക്. ഇപ്പൊ നമ്മൾ അരോമാറ്റിക് പറഞ്ഞു, ആന്റി അരോമാറ്റിക് ഉണ്ട്, പിന്നെ ഒരു സാധനം നോൺ അരോമാറ്റിക് ഉണ്ട്. എന്താണ് ഈ നോൺ അരോമാറ്റിക്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? നോൺ അരോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരോമാറ്റിക്സ് തന്നെ, പക്ഷേ ഇതെന്തായിരിക്കണം? പ്ലേനാർ ആയിരിക്കാൻ പാടില്ല. ആന്റി അരോമാറ്റിക്കില് 4n പൈ ഇലക്ട്രോൺസ് ഉണ്ടാകണം, പക്ഷേ പ്ലേനാർ ആയിരിക്കണം. അതായത് ഒരു പ്ലെയിന് ഇതിനെ കടത്തി വെക്കാൻ പറ്റണം. നമ്മളിപ്പം ഒരു ബുക്ക് വെക്കുന്ന പോലെ ഇത് പ്ലെയിനിൽ കടക്കാൻ പറ്റണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രം ആന്റി അരോമാറ്റിക്. ഈ സാധനം നമ്മൾ ഈ പറയണ ഒക്ടാടെട്രൈൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ബാത്ത് ടപ്പിന്റെ ഒക്കെ ഷേപ്പാണ്. ഇതിന് ടപ്പ് ഷേപ്പാണ്. പഠിച്ചിട്ടുണ്ടോ മക്കളെ? ടപ്പ് ഷേപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് പ്ലേനാർ ആണോ? പ്ലേനാർ അല്ല. അപ്പൊ സാധനം എന്നാ മക്കളെ? നോൺ അരോമാറ്റിക് അല്ലെ. അപ്പൊ ഇത് ആന്റി അരോമാറ്റിക് അല്ല, ഇത് നോൺ അരോമാറ്റിക് ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ, നോൺ അരോമാറ്റിക്. ഇനി രണ്ടാമത്തെ നോക്കിയോ. രണ്ടാമത്തെ അരോമാറ്റിക് ആണോ? അരോമാറ്റിക് ആണോ? പറഞ്ഞടാ, എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. കുറെ ആൾക്കാർ വന്നേ. നമുക്ക് അല്ല. റീസൺ എന്നാ? റീസൺ പറഞ്ഞേ. കോൺജുഗേഷൻ ഇല്ല. വേറെ എന്തെങ്കിലും റീസൺ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വേറെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് റീസൺ കൂടെ ആലോചിച്ചേ. ചെറിയൊരു സാധനം. ഈ പ്ലാനാർ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ സംഭവം? പ്ലാനാർ എന്ന് പറഞ്ഞാൽ അവിടെ sp2 ഹൈബ്രിഡൈസേഷൻ വേണം അല്ലേ? ഡബിൾ ബോണ്ട് വന്നിങ്ങനെ പരന്ന് കിടക്കണ്ടേ? ദേ ഇത് കണ്ടോ, ഇവനെ നോക്കിക്ക് ഇങ്ങോട്ട്. ഇത് sp3 എന്താ കിട്ടിയോ? കത്തിയോ എല്ലാവർക്കും? sp3 അല്ലേ? അപ്പം sp3 ഉള്ള സാധനം വരുമ്പോ അത് അരോമാറ്റിക് ആണോ? പ്ലാനാർ ആണോ? അപ്പൊ സാധനം എന്നാ പറഞ്ഞോ? പെട്ടെന്നങ്ങ് പറഞ്ഞോ. നോൺ അരോമാറ്റിക് അല്ലേ? ഓക്കെ, കിട്ടി.
മനസ്സിലായ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, അതായത് ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണും. അത് പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ 4 ഓപ്ഷൻ നിന്നിട്ട് ഒരെണ്ണമായിരിക്കും, അല്ലെങ്കിൽ കൗണ്ട് ചോദിക്കാനായിരിക്കും, ആന്റി അരോമാറ്റിക് ആയിരിക്കും, നോൺ അരോമാറ്റിക് ആയിരിക്കും. ഒരു ചോദ്യം ഉറപ്പാണ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കോണം കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇത് ഇച്ചിരി ഭയങ്കര വലിയ സാധനമുള്ള സാറേ, ഇതെങ്ങനെ ചെയ്യുന്നത്? മൂന്നാമത്തെ നോക്കിയേ, അരോമാറ്റിക് ആണോ? ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ, അരോമാറ്റിക് ആണോ എന്ന് ചുമ്മാ ഒന്ന് ഗസ്സൊക്കെ ചെയ്തേ. എല്ലാവരും ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ചുമ്മാ പറയടാ. തെറ്റിപ്പോയാൽ എന്നാടാ പ്രശ്നം ഇരിക്കണേ? എല്ലാരും ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഒന്ന് പറ. അല്ലെന്ന് പറയുന്നവർ എന്തുകൊണ്ടല്ല എന്ന് പറയണം, ആണെന്ന് പറയുന്നവർ എന്തുകൊണ്ടാന്ന് കൂടെ പറയണം കേട്ടോ. ഒന്ന് പറഞ്ഞേ. ആന്റി അരോമാറ്റിക് ആണെങ്കിൽ 8 പൈ ഇലക്ട്രോൺ വേണ്ടേ? 8 പൈ ഉണ്ടോ എന്റെ കയ്യില്? നോക്കിയേ, 2, 4, 6. പുറത്തുള്ളത് കൂട്ടാൻ പാടില്ല കേട്ടോ. അരോമാറ്റിസിറ്റിയിൽ പുറത്തുള്ളതൊന്നും കൂട്ടരുത്. 2, 3, 4, 6 അല്ലേ? അപ്പം 4 ആവുമോ? ഇതിനകത്ത് ഇതൊരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് അല്ല, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പൊ 7 എന്നാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോട്ടോ. ഈ ഓക്സിജന്റെ ലോൺ പെയർ ഉണ്ടല്ലോ, അതെ ഓക്സിജൻ ലോൺ പെയർ അല്ലേ, ഇങ്ങോട്ട് വരാം. അപ്പൊ ഇത് ഇങ്ങനെ എഴുതാം. ഇവിടെ പ്ലസ്, ഇവിടെ O-, ഇവിടെ ഇങ്ങനെയാണ് ഇത് നിൽക്കുക കേട്ടോ. ഇതും അരോമാറ്റിക് ആണ്, ഇതും അരോമാറ്റിക് ആണ്. കാരണം ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് sp2 അല്ലേ? sp2 അല്ലേ? ആണോ? അതെ, sp2. ഇതിനിപ്പോ ചിലവർക്ക് സാറേ എങ്ങനെ സാറേ sp3 കണ്ടുപിടിക്കണം? ഒട്ടും സിമ്പിളാണ് കേട്ടോ. ഡബിൾ ബോണ്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല sp2 ആ. നോക്കിയേ, ഇവിടെ ഏതാ? sp2. ഡബിൾ ബോണ്ട് ടച്ച് ചെയ്തിട്ടില്ലേ? sp2. ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടോ? sp2. ഇനി ഇങ്ങോട്ട് നോക്കിയോ, ഇവിടെ sp2 അല്ലേ? ടച്ച് ചെയ്തിട്ടുണ്ട് sp2. ഇവിടെ sp3 അല്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഏതെങ്കിലും ഡബിൾ ബോണ്ട് ഈ ഒരു അറ്റത്തേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോടാ? ഇല്ല. അപ്പൊ അത് sp2 അല്ല, മനസ്സിലായി? അത് sp3. അതിപ്പം ചിലവർക്ക് അത് നമ്മളെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനൊരു ട്രിക്ക് മാത്രം പറഞ്ഞു തന്നാണ് എങ്ങനെയാണ് കാണുന്നത്. നോക്കിയേ, ഇതെന്നെ സാധനം sp2 അല്ലേ? sp2. അപ്പൊ ഈ സാധനം അരോമാറ്റിക് ആണ്. ഇനി ഈ സാധനം നോക്കി, ഇതൊരു കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ ഏതുവാണെങ്കിൽ നോട്ട് ചെയ്യേക്കാം. ഇത് അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ? അരോമാറ്റിക്. ഇതൊരു എക്സെപ്ഷൻ ആണ്, നോക്കണേ. കാരണം നമ്മളിപ്പോ പൈ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുവാണെങ്കിൽ നോക്കിയേ, 2, 4 ഉള്ളെന്ന് പറയും. അപ്പൊ 4 ഉള്ളെങ്കിൽ 4 സാറേ ഇത് ആന്റി അരോമാറ്റിക് ആണെന്നൊക്കെ പറയും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റിങ്ങിന്റെ അകത്ത് ഏതെങ്കിലും ആറ്റംസിന് ലോൺ പെയർ ഉണ്ടെങ്കിൽ അവർക്ക് ഡീലോക്കലൈസേഷന് സഹായിക്കാൻ പറ്റും. നോക്കിയേ, ഈ ഓക്സിജൻ എന്നാടാ ലോൺ പെയർ ഇല്ലേ? ഈ ലോൺ പെയർ ഇത് ഇങ്ങോട്ട് ചാടും, ഇത് ഇങ്ങോട്ട് ചാടും, ഇത് ഇങ്ങോട്ട് ചാടും. അപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? ഇതിനൊന്ന് മാറ്റി വരച്ചേക്കാം നമുക്ക്. ഇങ്ങോട്ട് നോക്കിയോ, പെട്ടെന്ന് നോക്കിയോ. പ്ലസ് കറക്റ്റ് അല്ലേ? ഇതാണ് സംഭവം, മനസ്സിലായോ? പ്ലസ് ചാർജ് ആണ്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സാധനം എന്താണ്? സാധനം ഇതും അരോമാറ്റിക് ആണ് കേട്ടോ. ഇനി ഇതിന്റെ കാര്യം നോക്കിക്കേ, ഇത് അരോമാറ്റിക് ആണോ? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അരോമാറ്റിക് ആണോ? ഹലോ, അരോമാറ്റിക് ആണോ? അല്ല. റീസൺ എന്താ? സൈക്ലിക് അല്ല. കിട്ടി, കറക്റ്റ്. ഇനി ഇത് നോക്കി, ഇത് ഇച്ചിരി സാധനം സീനാണല്ലോ, ഇതെന്താ നോക്കി. അപ്പൊ എല്ലാ സാധനം കിട്ടിയും സാധനം സൈക്ലിക് ആണോ? അതെ, സൈക്ലിക് ആണോ? എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടാ? 4 sp2 ആണോ എല്ലാം? അതെ, ഇത് കാർബാനിയാണ്. ഇത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് പ്ലാനാർ ആണ്, ഇത് സൈക്ലിക് ആണ്. ഇതിൽ 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സാധനം എന്നാ? ആന്റി അരോമാറ്റിക്. അത് തന്നെ, ആന്റി അരോമാറ്റിക്. മനസ്സിലായോ? ഇനി ഇത് വളരെ എളുപ്പമാണ്. ഇത് എത്രയാണ്? ഇതെന്ന് പറഞ്ഞേ, ഇതന്നെ സാധനം. ഇത് ബെൻസീനിൽ ഓക്സിജൻ കയറിയിരിക്കുന്നല്ലേ? ഇതിന് എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? എണ്ണിക്ക്. 2, 4, 6. ഇനി ചില ആൾക്കാർ സാറേ ഓക്സിജന് ലോൺ പെയർ ഉണ്ട്, അത് പിന്നെ ഇടാൻ പറ്റുമോ? ലോൺ പെയർ ഒക്കെ പോയി. ലോൺ പെയർ ആരാ കൊണ്ടുപോയേ? പോസിറ്റീവ് ചാർജ് കണ്ടോ ഇവിടെ? പോസിറ്റീവ് ചാർജ് കണ്ടോ? ലോൺ പെയർ ഒക്കെ ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ ചെയ്ത സാധനം ഉണ്ടോ? ഇവിടെ ചെയ്തതിന്റെ ഒരു വേറൊരു സാധനമാണിത്. അപ്പൊ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് പ്ലാനാർ ആണ്. പിന്നെ എന്താണ്? ഇതില് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ സാധനം എന്താ? ദിസ് ഈസ് അരോമാറ്റിക്. ഓക്കെ. ഇനി ഇതൊന്ന് പറഞ്ഞേ, ഇതെന്താ? സൈക്ലോബ്യൂട്ടോഡൈൻ അല്ലേ ഇത്? 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഹൈബ്രിഡൈസേഷൻ നോക്കിക്കേ, sp2 അല്ലേ? അപ്പൊ ഇതെല്ലാം sp2.
മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ചോദ്യമുണ്ട്. ഇപ്പൊ സമയം കൺസ്ട്രെയിൻ ആയിട്ട് ചോദിക്കേണ്ടി വരും. ഇതിന് വേറെ ചോദ്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടോ അതോ എന്താണ്? ആൽവിൻ, നമുക്ക് ആക്ച്വലി 9:20 അപ്പം കുറച്ച് കുട്ടികൾക്ക് നിന്നാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. സെപ്റ്റംബർ 7 തുടങ്ങിയതാണ് രജിസ്ട്രേഷൻ. ഒക്ടോബർ 11 വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ഉള്ളത് കേട്ടോ. IIT ജാമിന്റെ എൻട്രൻസിനുള്ള എക്സാം രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ 7 സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ 11 വരെയാണ് ഉള്ളത്. ഓക്കെ, ദെൻ നിങ്ങൾ IIT ജാം 2023 അടിച്ചു കൊടുത്തിട്ടുണ്ട്. IIT ഗുവാഹട്ടിയുടെ സൈറ്റിൽ പോകും. അവിടെ നിന്നാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അതർ ഡൗട്ട്സ്? ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു എവറിബഡി. എല്ലാവർക്കും ഓണമൊക്കെ കഴിഞ്ഞു. ഫീസിന്റെ കാര്യം ഒന്നുകൂടെ പറയാൻ ചോദിക്കുന്നുണ്ട്. ഫീസ് നമുക്ക് 2,999 രൂപയാണ് ഫീസ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സും ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഫീസാണ്. ചിലർ എന്തുകൊണ്ടാണ് കുറവ് ഫീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ MSc ഹയർ ഇതിലേക്ക് പോകണം എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ. കാരണം ഈ ഒരു കോഴ്സ് നിങ്ങൾ അന്വേഷിച്ചറിയാം, പുറത്ത് നല്ല, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ പുറത്തിട്ടൊക്കെ ആണെങ്കിൽ വെരി ഭയങ്കര ഫീസാണ് ജാം എൻട്രൻസിനുള്ളത്. അപ്പം നമ്മളും സ്റ്റുഡൻസ് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഇതിൽ നിന്നാണ് അങ്ങോട്ട് കടന്നു പോയത്. അപ്പം പൈസ കൊണ്ട് ഒരാൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റാണ്ടിരിക്കരുത് എന്നുള്ളൊരു കൺസേൺ നമുക്കുണ്ട്. സോ മണി ഒരു മാറ്റർ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഹാഫായിട്ട് അടയ്ക്കാമെങ്കിൽ അതും അങ്ങനെ ചെയ്താലും മതി, നോ ഇഷ്യൂ കേട്ടോ. 2,999 രൂപയാണ് നമ്മുടെ ഫീസ്. ദെൻ ക്ലാസ്സസ് ഓൺലൈൻ ആണ്, എക്സാമും ഓൺലൈൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നിങ്ങളുടെ ജാം എൻട്രൻസ്. ഇനി അതർ ഡൗട്ട്സ്? ഓക്കെ, നമ്മൾ ഒത്തിരി 1 hour സെഷൻ ആയിരുന്നു. നമ്മൾ 9:30 കഴിഞ്ഞു. സോ താങ്ക് യു എവറിബഡി. എല്ലാവർക്കും ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലോണം പഠിക്കുക. ജാം എൻട്രൻസിന് ചേർന്നിട്ടില്ല എങ്കിലും ഗോ വെൽ. എന്തോ പറയുന്നത്, നല്ലൊരു ഡിസിഷൻ, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായത്. സോ ആ ഓപ്പർച്യൂണിറ്റിയിൽ ഇനി റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. സോ വി ഹാവ് ഗിവൺ യു ദ ഓപ്പർച്യൂണിറ്റി. ആ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ എന്താ പറയുന്നത്, അത് തന്നു നമ്മൾ. അപ്പൊ അത് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു സക്സസ് നിങ്ങൾ ആ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുമ്പോഴാണ് ഇനി ഉണ്ടാവുക കേട്ടോ. സോ whenever you take that right decision, success will happen to you. So that we have given the opportunity. നമ്മൾ ഓപ്പർച്യൂണിറ്റി തന്നു. സോ താങ്ക് യു എവറിബഡി ഫോർ അറ്റൻഡിങ്. താങ്ക് യു ആൽവിൻ. UK എന്നൊക്കെ നമുക്ക് ഒത്തിരി ടൈം സോൺസ് ഡിഫറൻസ് ആണ്. 5 hours ഡിഫറൻസ് ഉണ്ട് ഇവിടുന്ന്. അപ്പൊ സോ താങ്ക് യു ആൽവിൻ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു എവറിബഡി. താങ്ക് യു IThink ടീം. ആൻഡ് ബൈ. ഗുഡ് നൈറ്റ്. Thank you, miss. Thank you. Thank you, ma'am. Thank Good you. night. Thank you. Bye.